ഹായ് ഹലോ വെൽക്കം. നമ്മുടെ കൂടെ നിന്നുള്ളൊരു ഗസ്റ്റ് വളരെ സ്പെഷ്യലാണ്. പുള്ളി ഒരു ലോയറാണ്, പിന്നെ ആർട്ടിസ്റ്റാണ്, ആർട്ട് വർക്ക്സ് എല്ലാം ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ഒരു സീരിയൽ അഭിനയിച്ചിട്ടുണ്ട്, വാനമ്പാടിയിലെ രുക്മിണി. ഇത് കൂടുതലൊരു ഇൻട്രഡക്ഷൻ ഞാൻ ഇനി പറയണ്ടല്ലോ. ലെറ്റ്സ് വെൽക്കം പ്രിയദർശിനി മേനൻ ടു ദ ഷോ. പ്രിയേച്ചി നമസ്കാരം. ചേച്ചി, ഈ വാനമ്പാടിയിലെ രുക്മിണി ഭയങ്കര ഫേമസ് ആയ ഒരു കഥാപാത്രമാണ്. പക്ഷെ അത് ചെയ്തത് ചേച്ചി റീസെന്റ് ആണ് ഇപ്പം അത് കഴിഞ്ഞത്. ഈ കൊച്ചിലേ തൊട്ട് ഈ അഭിനയത്തിനോടുള്ള ഇഷ്ടം ഉണ്ടെങ്കിലും വരാൻ എന്താ ഇത്ര ലേറ്റ് ആയ? വൈസോലേറ്റ് ഫസ്റ്റ് തിങ് അറിയാലോ, പഠിപ്പിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. വീട്ടിൽ പഠിപ്പിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ അച്ഛന് ഭയങ്കര ആർട്ടിനോട് ഇഷ്ടമായിരുന്നു. ലൈക്ക് ഈ യൂസ് ടു എൻകറേജ് മീൻ എവറിത്തിങ്. ഇപ്പോൾ സ്പീച്ച് ആയാലും ഞാൻ എല്ലാ ഡിബേറ്റിൽ, സ്പീച്ച്, സ്കൂളിലെല്ലാം ഡ്രാമ, ഡാൻസ്, എവറിത്തിങ്. ഡാൻസ് ചെറുപ്പത്തിലേ പഠിച്ചിട്ടുണ്ട്. ഐ യൂസ് ടു ഗിവ് പ്രോഗ്രാംസ് ഓൾസോ. ഇത് കഴിഞ്ഞ് പിന്നെ അമ്മമാർക്കൊരു സെറ്റ് ഓഫ് ഐഡിയ ഉണ്ടാവും, പഠിക്കണം, കല്യാണം കഴിക്കണം. ആൻഡ് ഷീ വാണ്ടഡ് ദാറ്റ് ലൈക്ക് നല്ലൊരു സെക്യൂർ ലൈഫ്. അതായിരുന്നു ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അപ്പോഴും ആക്ടിങ്ങിനൊക്കെ ആൾക്കാർ വിളിച്ചാലും വീട്ടിൽ നിന്ന് സമ്മതിക്കില്ല. സ്കൂളിലും കോളേജിലും എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഔട്ട് സൈഡ് ദാറ്റ് വിടാൻ ഒരു പേടിയായിരുന്നു നമുക്ക്. ഒരു ഒന്നാമത് ലൈക്ക് ഉള്ളി ഡോക്ടർ ആകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു അതെ, അതും ബോംബെയിലത്തെ ഒരു ലൈഫ് ആകുമ്പോൾ അവർക്ക് പേടിയുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ശരിയാണ്, ഓക്കെ. പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. ടു ടെൽ വെരി ഫ്രാങ്ക്ലി, അമ്മയ്ക്ക് ആർട്ടിസ്റ്റിക് ആയിട്ട് ഒരു ഇതും ഉണ്ടായില്ല. കരിയർ നോക്കുക ആ ഭാഗത്തായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൽ ഇൻട്രസ്റ്റഡ് എന്ന് പറയാലോ. പിന്നെ നമ്മളിതൊക്കെ കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ ഹസ്ബൻഡ് ആക്ടിങ്ങിൽ ഇൻട്രസ്റ്റഡ് ആണ്. ഹസ്ബൻഡ് സിസ്റ്ററും ഭയങ്കര ഇൻട്രസ്റ്റ്. അവരുടെ ഫാമിലി ഫുൾ, ഹസ്ബൻഡ് 10th കുട്ടിയാണ്. അപ്പോൾ അവരുടെ ഫാമിലി ഫുൾ 10th കുട്ടി. അപ്പോൾ മൂത്ത ചേച്ചിയുടെ കല്യാണത്തിനാണ് ഭക്ഷണം കഴിച്ചതെന്ന് പറഞ്ഞു ആദ്യമായിട്ട് ഹസ്ബൻഡ്. അപ്പോൾ അത്രയും ഏജ് ഡിഫറൻസ്. എല്ലാവരും ആർട്ടിസ്റ്റിക്കലി ഭയങ്കരമായിട്ട് ഇൻക്ലൈൻഡ് ആണ്. എല്ലാവരും ഡാൻസേഴ്സാണ്. മൂത്ത ചേച്ചി ചെയ്തു പഴയ മലയാള സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, 2 സിസ്റ്റേഴ്സ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ ഞാൻ ഹാപ്പി ആയിരുന്നു. ഓക്കെ, ഐ ക്യാൻ യൂസ് മൈ ടാലൻറ്റ്. അങ്ങനെ ഒരു പക്ഷെ അവിടെ ചെന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുട്ടികളായി, അതെല്ലാം കഴിഞ്ഞപ്പോൾ അപ്പോൾ നമുക്കൊന്നിനും അതിൻ്റെ ആ ഇൻട്രസ്റ്റ് ഇല്ലാതെ, അപ്പോൾ ഒന്നിനും സമയമില്ല. പക്ഷെ കൂടുതലും എൻകറേജ് ചെയ്തത് ഹസ്ബൻഡ് ആണെന്ന് കേട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ ഒരു ഗിഫ്റ്റ് പോലെ തന്നെയായിരുന്നു ചേച്ചിക്ക്. കല്യാണം കഴിഞ്ഞ് ശരിക്കും പറയാൻ നമ്മൾ പറയില്ലേ, വീട്ടിൽ നിന്ന് ഒരു രക്ഷപ്പെടല്, നല്ല ഫ്രീഡമും എല്ലാത്തിനും റെഡി ആയിട്ടുള്ള ഒരു ഫാമിലി ആയിരുന്നു കിട്ടിയത്. പാക്കേജ് ഡീൽ എന്നൊക്കെ പറയും. ആദ്യം എനിക്ക് പേടിയുണ്ടായിരുന്നു, ലൈക്ക് ബോംബെയിൽ നിന്ന് വന്ന് കേരളത്തിലെ ഒരാളെ കല്യാണം കഴിച്ച് അവരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയായിരിക്കും. വീടുണ്ടോ പക്ഷെ ഞങ്ങൾ വളർന്ന പോലെയല്ല ഇവിടെ. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് പഠിച്ച് വളർന്നതൊക്കെ ഊട്ടി, കോയമ്പത്തൂർ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ലൈക്ക് അവരുടെ ഫാമിലി ഭയങ്കര ഫോർവേഡായിരുന്നു. ഈവൻ നമ്മൾ ചിന്തിക്കുന്നേക്കാളും കൂടുതൽ ഫോർവേഡായിട്ടുള്ള ഒരാൾക്കാരായിരുന്നു. അതുകൊണ്ട് എനിക്കെന്ന് വെച്ചാൽ ഭയങ്കര ഫ്രീഡമായിരുന്നു. എസ്പെഷ്യലി എൻ്റെ വീട്ടിനേക്കാളും എനിക്ക് ഫ്രീഡം കിട്ടിയ ഒരു വീട് അവിടെ. അതൊക്കെ ശരിക്കും ഒരു ഭയം. കാരണം ഹസ്ബൻഡ് വീട്ടിൽ കൂടുതൽ ഇഷ്ടം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതെ, ഹസ്ബൻഡ് വീട്ടിൽ ഭയങ്കര റയറാണ്. എൻ്റെ വീട്ടിലേക്ക് വരില്ല, അതുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് എന്നോട് ദേഷ്യമായിരുന്നു. ആലോചിച്ചു മോളെ കല്യാണം കഴിച്ച് വീടുണ്ടായിരുന്നു. ഡെലിവറിക്ക് വരെ ഹസ്ബൻഡ് വിടില്ല. അമ്മയ്ക്ക് ദേഷ്യം. അച്ഛൻ പിന്നെ ഒന്നും പറയില്ല, അച്ഛന് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു ബോണ്ട് അച്ഛന് മനസ്സിലാക്കാൻ. അച്ഛന് ഭയങ്കര റൊമാൻറ്റിക് ഒക്കെയാണ്, ഭയങ്കര സപ്പോർട്ടാണ്. ഈസ് വെരി റൊമാൻറ്റിക് ആക്ടിങ്ങിലും. അച്ഛനെല്ലാം ഫിലിം സ്റ്റാർസ് എല്ലാവരും ഫ്രണ്ട്സ് തന്നെയാണ്. ആ ടൈമിൽ രാജ് കപൂർ അവരുടെ ഫാമിലി ആയിട്ടൊക്കെ നല്ല കണക്ഷൻ. അച്ഛൻ ഞാൻ മോഡലിങ്ങിൽ പോകണം, കുറേ ആൾക്കാർ ചോദിക്കും, അച്ഛന് ഇൻട്രസ്റ്റ് ഇല്ല. അമ്മ മുടക്കും. അമ്മ ഒരു പെൺകുട്ടിയാണ്, നാളെ കല്യാണമൊക്കെ കഴിയേണ്ടതില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഷി വോണ്ട് ലെറ്റ് മീ ഡു എനിത്തിങ്. അപ്പോൾ അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയി. പിന്നെ കുട്ടികളെ പെട്ടെന്ന് തന്നെയായിരുന്നു. മൂത്ത മോൻ, അവന് 2 വയസ്സ് ആവണേക്കാളും മുമ്പ് ഇരട്ട കുട്ടികൾ, ട്വിൻസ്. ഇരട്ടപ്പഴം കഴിച്ച ഇരട്ട കുട്ടികളുണ്ടാവും. സത്യമാണ്, സത്യമാണ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോൻ ഒരു 1.5 years എന്തോ ഉള്ളപ്പോഴാണ് ഞാൻ നാട്ടിൽ വരുന്നത് ഒരു കല്യാണത്തിന് വന്നിട്ട് ഇവരുടെ കൂടെ ഒരു വീട്ടിൽ നമ്മൾ പോവുമല്ലോ ക്ഷണിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വീട്ടിൽ പോയപ്പോൾ അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് ഭയങ്കര ഫാൻസി. അയ്യോ ദേ ട്വിൻസ്, പഴം കഴിക്കേണ്ട ട്വിൻസ് ഉണ്ടാവുന്നത്. അന്ന് ഇത് കഴിച്ചിട്ട് ട്വിൻസ് ഉണ്ടാവുകയാണെച്ചെങ്കിൽ അത് അങ്ങോട്ട് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് കഴിച്ചതാണ് സത്യം. ആൻഡ് ആഫ്റ്റർ 1 month എനിക്ക് ഇരട്ട കുട്ടി. പക്ഷെ ആദ്യം അറിഞ്ഞില്ല കേട്ടോ. 4th month സ്കാൻ ചെയ്തപ്പോഴാണ് ട്വിൻസ് ആണെന്ന് അറിഞ്ഞത്. എന്താ അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഭയങ്കര ഷോക്കായിരുന്നു. ഫസ്റ്റ് തിങ് ഷോക്കായിരുന്നു. എന്ന് വെച്ചാൽ ഇതിനെ വലുതാക്കിയിട്ടില്ല. ഈ വാസ് ലൈക്ക് ബേബി. അപ്പോഴും പാല് കുടിച്ച് കയ്യിൽ നിന്ന് ഇറക്കി വെക്കാത്ത ഒരു കുഞ്ഞിനെ പെട്ടെന്ന് ഞാൻ പ്രഗ്നന്റ് എന്ന് പറയുമ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യണം. കുറേ അതൊരു ഇത് ഒരുപാട് പ്രശ്നം എന്ന് പറഞ്ഞാൽ ട്വിൻസ് എന്ന് ആദ്യം അറിയണില്ലല്ലോ. നമ്മൾ തടി വെക്കണം, നമ്മൾ ഓക്കെ ഭക്ഷണം കഴിച്ചിട്ടൊക്കെ ആയിരിക്കും തടി വെക്കുന്നത്. പിന്നെ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞ് ട്വിൻസ് എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഷോക്കിലായിരുന്നു. ട്വിൻസ് എന്ത് ചെയ്യും നമ്മൾ? ഞാൻ ഇതിനല്ല സൈൻ ചെയ്തത്. അങ്ങനെ
അതും റിപ്പോർട്ട് തരില്ലേ, സ്കാൻ റിപ്പോർട്ട് തരുമ്പോൾ ഞങ്ങൾ ഡോക്ടറെ കാണേക്കാൾ മുമ്പ് നമുക്ക് അവിടെ പോയിട്ട് കോഫി ഷോപ്പിലിരുന്ന് കോഫി കഴിക്കും. കോഫി വയ്ക്കുമ്പോൾ എൻ്റെ ഒരു സൗണ്ട് ഇത് തുറന്നിട്ട് പതുക്കനെ നോക്കും. അപ്പോൾ ഈ റിപ്പോർട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ട്വിൻ 1 ട്വിൻ 2 അതെന്തായിരിക്കും, അത് ഞങ്ങൾക്ക് അപ്പോൾ ക്ലിക്ക് ആവണില്ല ട്വിൻസ് എന്ന്. ട്വിൻ 1 ട്വിൻ 2 എന്ന് എഴുതിയിട്ടും ഞാൻ എന്തെങ്കിലും വയറിൻ്റെ ഭാഗത്തിൻ്റെ എന്തെങ്കിലും ആയിരിക്കും, എനിക്ക് ഒരു ഐഡിയ ഇല്ല വാട്ട് ഇറ്റ് ഈസ്. അങ്ങനത്തെ ഒരു ഇത് എൻ്റെ ഹസ്ബൻഡും മനസ്സിലായില്ല. ഞങ്ങളോട് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കൺഗ്രാറ്റുലേഷൻസ് യു ഹാവ് ട്വിൻസ്. അടിപൊളി. അവന് ഷോക്ക് വെച്ചാൽ ആദ്യം കുറേ കൊല്ലം ഞങ്ങൾക്ക് കുട്ടികൾ വേണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് അൻപോട് കൺമണി, കണ്ടിട്ടുണ്ടാവും? അൻപോട് കുറച്ചായില്ലേ അത് ഇറങ്ങിയിട്ട്? ഇപ്പൊ 3-4 days back, last week. എനിക്ക് കാണണം, അത് കാണണം. അത് എല്ലാ പെൺകുട്ടികളും ഫാമിലിയും കണ്ടിരിക്കണമെന്ന് ഞാൻ പറയാം. വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ അയ്യോ കല്യാണം ആയില്ലേ, ഈ കുട്ടിയുടെ കല്യാണം ആയില്ല, ഓക്കെ കല്യാണം കഴിച്ചു, വിശേഷം വിശേഷം നമ്മൾ പ്ലാനിങ് വെച്ചെങ്കിലും പഠിക്കണം, എന്തെല്ലാം സെറ്റ് ചെയ്യണം, ലൈഫ് ഇതാവണം, അതൊന്നുമില്ല, വിശേഷം. ബാംഗ്ലൂർ ഡേയ്സിൽ ഡയലോഗ് പറയത്തില്ല, കല്യാണം കഴിച്ചാൽ എന്താ വിശേഷം, അത് കഴിഞ്ഞ് എന്റെ മക്കളെ വളർത്തണം. പിന്നെ അല്ല, ഇത് ലൈഫിൽ നടന്നത്. അത് ഞാൻ പറയും, എവ്രിബഡി ഷുഡ് വാച്ച് ദാറ്റ് മൂവി. ആ മൂവി സ്പെഷ്യലായിട്ട് ഞാൻ പറയുന്നത് വെച്ചാൽ എവ്രി മലയാളി ഷുഡ് വാച്ച് ഇറ്റ്. ഈ സജഷനാണ്. ഈ വിശേഷം ഓക്കെ പോട്ടെ, എന്തെങ്കിലും ആവട്ടെ, ഒരു വിശേഷമായി കഴിഞ്ഞാൽ ഞാൻ അടുത്തത് പെട്ടെന്ന് ആയിരിക്കട്ടോ. പിന്നെ ചോദിച്ചു ഇനി വിശേഷം ഉണ്ടോന്ന്, നിർത്തിക്കൂടെന്നാ ചോദിച്ചത്. ഇതെന്ത് കിൻഡർ ഗാർഡൻ ആണോ, നിർത്തിക്കൂടെ. എന്റെ വീട്ടിൽ നിന്നും ആദ്യം എല്ലാവർക്കും ഇതുണ്ടായിരുന്നെങ്കിലും ഇനി മതിട്ടാ. മൂന്നെണ്ണത്തിനെ നോക്കാനുള്ള ബുദ്ധിമുട്ട് നല്ല പാടാണ്. ഞാൻ ചില നേരത്തെ ഇരുന്ന് കരഞ്ഞിട്ടൊക്കെ, ഡിപ്രഷനൊക്കെ പോവാൻ. ഡിപ്രഷൻ ഉണ്ടായിരുന്നു? അങ്ങനെയൊന്നും. മൈ ഹസ്ബൻഡ് വാസ് വെരി ഫ്രണ്ട്ലി ആയിട്ട് ഞങ്ങള് മാനേജ് ചെയ്ത് അതൊന്നും ചെയ്യാം. പക്ഷെ ചില നേരത്ത് പുറത്തു പോകണ നേരമായിരിക്കും ഒരെണ്ണം ഛർദ്ദിച്ചാൽ മറ്റേത് ഛർദ്ദിക്കുക, ഒരെണ്ണം കരഞ്ഞാൽ മറ്റേത്. ഡ്രസ്സ് നമുക്ക് നല്ലത് ഇടാൻ പറ്റും, ഇവർ ഛർദ്ദിച്ച് വെക്കലും നമുക്ക് പോവാനേ തോന്നില്ല പുറത്തേക്ക്. ഫസ്റ്റ് നമ്മൾ വിചാരിക്കും വീട്ടിലിരുന്നാൽ മതി, എവിടേക്ക് പോകണം, വയ്യ. പക്ഷെ കരഞ്ഞു കഴിഞ്ഞാൽ രണ്ടിനെ എടുക്കണം. ഒരാളുടെ അടുത്ത് പോവില്ല, ഹസ്ബൻഡിൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് മാത്രമേ വരുള്ളൂ ട്വിൻസ്. വേറെ ഒരാളുടെ മോൻ അങ്ങനെയല്ല, മോൻ ആര് വിളിച്ചാലും പോയിക്കോളും, പിന്നെ അവനെ നോക്കണ്ട. ഇടയ്ക്കിടയ്ക്ക് കാണാനാവണ സ്വഭാവമുണ്ട്. ആണോ? പ്രശ്നം ഒന്നും പറയണ്ട, വലിയ വലിയ പ്രശ്നം ഫേസ് ചെയ്ത ആളാണ് ഞാൻ. 3 കുട്ടികളെ വളർത്താൻ പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. അതുകൊണ്ട് ഞാൻ പറയാം, ആൾക്കാരുടെ പ്രഷറിൽ വന്ന് ആരും പ്രഗ്നൻ്റ് ആവേണ്ട. സ്വയമായിട്ട് നമുക്ക് നോക്കാൻ പറ്റും, നോക്കും. അങ്ങനെ നമ്മൾ ഡെഡിക്കേറ്റഡ് ആണെച്ചെങ്കിൽ മാത്രം. ഇപ്പോഴത്തെ ജനറേഷൻ ഞാൻ കണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് കരിയർ എന്തായാലും ഉണ്ടാക്കണം. ദേ ഹാവ് ടു സ്റ്റാൻഡ് ഓൺ ദിയർ ഫീറ്റ്, ദേ ഹാവ് ടു ഡു തിങ്സ്. അതിൻ്റെ ഇടയിൽ ഒരു കുട്ടി ടൈം എടുത്തിട്ട് മതി. ഇപ്പോൾ ആക്ച്വലി ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഭയങ്കര പ്രഷറാണ്. നമുക്ക് എന്തായാലും വേറെ രീതിയിൽ പോകാൻ പറ്റില്ല. ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്കൊരു പറ്റുള്ളൂ. പ്രഷർ അല്ല ഇപ്പൊ കുട്ടികൾക്ക് വേണ്ട. പെൺകുട്ടികൾ ചുറ്റും കാണുന്നത് അതാണ്. ആൻഡ് ഐ സപ്പോർട്ട് ദാറ്റ്. എനിക്ക് 2 പെൺകുട്ടികൾ, ഐ വിൽ നെവർ ഫോഴ്സ് ഇറ്റ്. എന്ന് വെച്ചാൽ എൻ്റെ അമ്മ, എനിക്ക് വേറൊരു വേർഡ് ഉണ്ടായില്ല. എൻ്റെ അച്ഛൻ എന്നോട് വന്ന് ചോദിക്കും വല്ലവരും ഉണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ അമ്മോട് സംസാരിക്കാം. ഞാൻ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല, ഉണ്ടെങ്കിൽ ഐ ക്യാൻ ടെൽ യു. എനിക്ക് എല്ലാ ഫ്രീഡം ഉണ്ട് വീട്ടിൽ നിന്ന്. ബട്ട് ഐ നെവർ മിസ്യൂസ്ഡ് ഇറ്റ്. എനിക്ക് എൻ്റെ ആവശ്യം ഉണ്ടായില്ല. സോ അവർ കൊണ്ടുവരുന്ന ഒരാളെ ഐ വാസ് റെഡി. പിന്നെ ഹസ്ബൻഡ് ഇന്റർവ്യൂ എടുത്തത് ഞാനുണ്ട്, അല്ലാണ്ട് ഇങ്ങോട്ടല്ല ഇന്റർവ്യൂ എടുത്തത്. ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. ആദ്യം വന്ന് കണ്ടു അവര്. അപ്പം ഞാൻ എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഒറ്റയ്ക്ക് സംസാരിച്ചാലേ നമുക്ക് അറിയുള്ളൂ. അപ്പം ഞാൻ പറയണേനൊക്കെ ഹി സെഡ് യെസ്. അപ്പം ഞാൻ ഇതെന്താ, ഇത് കള്ളത്തരാണോ, അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇത് ശരിയല്ലെങ്കിൽ ശരിയാക്കി കൊടുക്കാമല്ലോ, അത് ഞാൻ ഇപ്പോഴും പറയട്ടെ. ബട്ട് ഈസ് ലൈക്ക് എല്ലാം ടച്ച് വുഡ് ഇന്ന് വരെ ഈസ് മൈ ബാക്ക് ബോൺ, എൻ്റെ സപ്പോർട്ട്. കുട്ടികളോട് വരെ യു വിൽ ടെൽ ഫസ്റ്റ് ഷീസ് എ വുമൻ. അമ്മയ്ക്ക് അമ്മയുടെ ഫ്രീഡം വേണം. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഭാര്യ നിങ്ങളുടെ അമ്മ ആവണുള്ളൂ. ആദ്യം ഒരു സ്ത്രീയായിട്ട്. അതുകൊണ്ട് ഐ ക്യാൻ സേ ഐ എം പ്രൗഡ് ഓഫ് മൈ ചിൽഡ്രൻ. അപ്പോൾ ചേച്ചിയുടെ കൂടെ തന്നെ ചേട്ടനെയും കൂടി ഇവിടെ ഇരുത്തണമായിരുന്നു ഇന്റർവ്യൂവിന്. രണ്ടുപേരും നാച്ചുറലി ഹി ഷുഡ് ബി ദ വൺ ടോക്കിംഗ് അബൌട്ട് മീ. സത്യം, അതായിരുന്നു ഒരു ബെസ്റ്റ് കോംബോ. നമുക്ക് നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ ചെയ്യാം. നമുക്ക് ചേച്ചി ചെയ്ത കഥാപാത്രത്തിലേക്ക് വരും. ചേച്ചി ഇപ്പൊ മിക്കതും നമുക്കൊരു വില്ലൻ കഥാപാത്രം എന്ന് തന്നെ പറയാം. അത് ചെയ്യുമ്പോൾ ഒക്കെ ചേച്ചിയുടെ ഒരു തരത്തിലൊരു ഹ്യൂമർ അതിൽ വരാറുണ്ട്. നമ്മളിപ്പം ദേഷ്യമാണെങ്കിൽ പോലും നമുക്കൊരു ഒരു പൊടിക്ക് ചിരി വരും. എങ്ങനെയാ ചേച്ചിയുടെ പ്രിയ ടച്ച് ആണോ, എന്താണത്? അത് തന്നെ വരുന്നതുണ്ട്. ലൈക്ക് ഐ ഡോണ്ട് റിഹേഴ്സ് ഫോർ മൈ എൻ്റെ ക്യാരക്ടർ. എന്നോട് എങ്ങനെ പറയുള്ളൂ ഈ ക്യാരക്ടർ ഇങ്ങനെയാണ്, നെഗറ്റീവാണ്, നല്ല കോസ്റ്റ്യൂംസ് വേണം, റിച്ച് ആണ്, അത്ര പറയുമ്പോഴേക്കും പിന്നെ നമുക്ക് ഈ ഡയലോഗ് കേൾക്കുമ്പോൾ വി ഇംപ്രൂവൈസ്. പക്ഷെ അത് കൊള്ളാം കേട്ടോ. ജസ്റ്റ് എക്സ്പ്രഷൻസിൽ ഈ സീരിയൽ ആണെങ്കിലും നമുക്ക് എവിടെയൊക്കെ ഒരു ഇഷ്ടം തോന്നും. പിന്നെ അതിന്റെ കൂടെ തന്നെ കുറെ ഫാൻസ് ഉണ്ടെന്നറിയാം വാനമ്പാടിയൊക്കെ കഴിഞ്ഞു. പക്ഷെ ഒരുപാട് സീരിയൽ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങാൻ പേടിയായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അത് വാനമ്പാടിയിൽ എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ കുടുംബം, ഒരു നല്ല പ്രായമായ അമ്മ,
ആ അമ്മയുടെ 2 മക്കള്, അവരുടെ 2 ഭാര്യമാർ, അവർക്ക് ഒരു കുട്ടികൾ, ലൈക്ക് ഒരെണ്ണം അഡോപ്റ്റഡ് ചൈൽഡും ഒരെണ്ണം അവരുടെ കുട്ടി. പക്ഷേ അതിൽ നമ്മൾ പറയില്ലേ ഒരു ബ്ലാക്ക് മാർക്ക് ആ വീട്ടിൽ വന്ന് നിന്ന് ആ കുടുംബം നശിപ്പിക്കണ ഒരു സ്ത്രീ. അപ്പോൾ ആർക്കാ ഇഷ്ടം ഉണ്ടാവാം? അല്ല, ഫാൻസിന്റെ കയ്യിൽ നിന്ന് എന്തൊക്കെയോ അനുഭവം അതിന് ആർക്കും എന്നെ ഇഷ്ടം. എൻ്റെ അടുത്ത് സെൽഫി എടുക്കാൻ ആൾക്കാർക്ക് ഇഷ്ടമല്ലായിരുന്നു. അല്ലായിരുന്നോ? എല്ലാവരും കൂടെ എടുത്താലും എൻ്റെ അടുത്ത് എടുക്കില്ല. ഞാൻ ഇരിക്കുമ്പോൾ ഒരു അമ്പലത്തിൽ ഷൂട്ടിൽ വെച്ച് ഞങ്ങൾ റൈറ്ററോട് ചെന്ന് പറയേണ്ടത്, അവരില്ലെങ്കിൽ ഈ സീരിയൽ നന്നായിരിക്കും. ജസ്റ്റ് തിങ്ക് ഞാൻ എന്തായിരിക്കും എൻ്റെ ഒരു സിറ്റുവേഷൻ. ഇവരെ പുറത്താക്കി കൂടെ. അപ്പോൾ അവർ പറഞ്ഞു രാവിലെ ആകുമ്പോൾ ആ കഥാപാത്രങ്ങൾ ചായ ഉണ്ടാക്കി ഭർത്താവിന് കൊടുത്ത് കുട്ടിയെ സ്കൂളിലേക്ക് വിട്ടു, ചിരിച്ച് കളിച്ചു, വീട്ടിലത്തെ പണി ചെയ്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. ഇല്ല. അപ്പോൾ ആ കഥയുടെ ചക്രത്തിൻ്റെ ഒരു പിന്ന്, ആ വീലിനൊരു പിന്ന് വേണമെങ്കിൽ അത് അവരാണെന്ന് പറഞ്ഞു. അന്നാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ കഥാപാത്രത്തിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെ. ശരിയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് ഒരു ട്വിസ്റ്റും ഒക്കെ കൊണ്ടുവരണമെങ്കിൽ ഇങ്ങനെ ഒരു കഥാപാത്രം അതിൽ വേണം, അല്ലെങ്കിൽ there is no story. സത്യം. അപ്പൊ അത് ഒത്തിരി വിഷമായിട്ടുണ്ടോ? അതങ്ങനെ വിഷമമില്ല, പിച്ചും കൈയൊക്കെ പിടിച്ച് തിരി അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് പേടിയുണ്ട് അമ്പലത്തിലൊക്കെ പോവാൻ നേരത്തെ. പ്രാവും കാണുമ്പോ. പിന്നെ പിന്നെ പക്ഷെ ചില മക്കള് വന്നിട്ട് പറയും, ചേച്ചി നല്ലോണം പോയിട്ട് പ്രാർത്ഥിച്ചോട്ടോ, ഒഴിഞ്ഞിട്ടോട്ടോ, എൻ്റെ അമ്മ അവിടെ ഡെയിലി അപ്പൊ എന്നോട് നമ്മുടെ ഡയറക്ടറും ബാക്കിയുള്ളവരൊക്കെ കഥാപാത്രത്തിന്റെ വിജയാണ്. സത്യം, അതാ ഞാൻ പറയാൻ വന്നത്. കാരണം അങ്ങനെ ഒരാൾ അത് ഉള്ളിലെടുത്ത് ഇതുപോലെയൊക്കെ ചെയ്യണമെങ്കിൽ നല്ല രീതിക്ക് പിന്നെ എന്റെ ഒരു കാര്യമുണ്ട്. ഇപ്പൊ എന്നോട് ഞാൻ രാവിലെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സും കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ആ കഥാപാത്രമായി. ചിലപ്പോ പ്രാന്തത്തിയാണ് ശരിക്കും പറഞ്ഞാൽ, ശരിക്കും ആ കഥാപാത്രം. അപ്പൊ ചിലര് ബാധ കറിയില്ല, ബാധയല്ല ഞാനിന്റെ ആള്. ഇപ്പോഴത്തെ കഥാപാത്രം എന്ന് പറഞ്ഞ സ്വപ്നവള്ളി, നാഗവള്ളിയുടെ കുടുംബത്തിൽ പെട്ടതാണ്. അപ്പൊ നാഗവള്ളിയുടെ ക്യാരക്ടറാണ് ശരിക്കും എന്റെ സ്വപ്നവല്ലി. നമ്മുടെ ഇഷ്ടം മാത്രത്തില് സ്വപ്നവല്ലി എന്ന് പറയുന്ന കഥാപാത്രം നാഗവള്ളിയുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. എനിക്കും നല്ലോണം ആഭരണം, നല്ലോണം സാരി, ഒരു മലയാളിയെ പ്രേമിച്ച് കെട്ടി കേരളത്തിലേക്ക് വന്നൊരു കഥാപാത്രം. അതിലുണ്ടാവണം 3 കുട്ടികളും. ആ കുട്ടികളുടെ കഥകളാണ് മുമ്പോട്ട് പോകുന്നത്. അത് കൊച്ചുമോള്, മോൻ്റെ മോള്, അവൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെയൊക്കെ ജീവിതം ഇങ്ങനെ കറങ്ങി നടക്കണത്. അതിലേക്കാണ് നമ്മുടെ നെയ്ബർ, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ശ്രീയുടെ മകളെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് തൊട്ട് ഫ്രണ്ട്. ഈ ഇഷ്ടം എന്ന് പറയുന്ന സീരിയലില് അത് ചേച്ചി നല്ല ഇഷ്ടത്തോടെയാണോ ചെയ്യുന്നത്? നല്ല ഇഷ്ടമാണ് എനിക്ക് ലൈക്ക് കോമഡി ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. ലൈഫിലും ഭയങ്കര ഹ്യൂമറസ്, എല്ലാ സിറ്റുവേഷനിലും ഹ്യൂമർ കാണുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ബട്ട് അവർ ഹ്യൂമറസ് ക്യാരക്ടർ ചെയ്യാൻ കൂടുതലും നെഗറ്റീവിനേക്കാൾ എനിക്ക് ഇഷ്ടം അതിൽ ഹ്യൂമറസ് ഉണ്ടായിട്ടാണ്. പിന്നെ ഐ ക്യാൻ കരയാൻ മണിക്കൂറോളം വേണമെങ്കിൽ ഞാൻ കരയാൻ പറ്റും. എനിക്ക് ക്യാമറയുടെ മുമ്പിൽ ഞാൻ ഐ ഗെറ്റ് ഇൻ ടു ദ സിറ്റുവേഷൻ. ഞാൻ എപ്പോഴും ഇല്ല, ഒരിക്കലും യൂസ് ചെയ്തിട്ടില്ല. കരയുമ്പോ ഞാൻ വേറെ ആലോചിക്കില്ല, വാട്ട് യു ആർ സെയിങ്. ഇപ്പം എൻ്റെ മോൻ്റെ വിഷമമാണ് അതാണ് ഞാൻ കാണുന്നത്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവരെൻ്റെ മോൻ, ഭർത്താവ് എൻ്റെ മക്കളായി മാറുന്നത്. അപ്പം ഞാൻ അവരോടും പറയും ഗെറ്റ് ഇൻവോൾവ്. അതെനിക്ക് ചിലപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയ ഒരു ഗുണമായിരിക്കാം. ആ ടൈമിൽ നമുക്ക് ക്രാഷ് കോഴ്സിനായിട്ട് ഞാൻ സജീവ് നമ്പ്യത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ ആക്ട് ലാബ് നടത്തുന്ന അങ്ങനെ ജസ്റ്റ് 2 days കോഴ്സാണ് ചെയ്തത്. സോ ഹീ ടോൾഡ് മീ യു ഹാവ് ടു ബി ഇൻവോൾവ്. അപ്പോൾ ആദ്യം നമ്മളോട് പറഞ്ഞു തന്നു എനിക്ക്, നമ്മളിങ്ങനെ ഇതിൽ നമ്മൾ ഇൻവോൾവ് ആയിട്ട് നമ്മൾ അഭിനയിക്കുമ്പോൾ ഇറ്റ്സ് ഇൻവോൾവ്മെൻറ്റ്. അല്ലാണ്ട് ഞാനിത് ചെയ്യണു, ഇതെൻ്റെ ക്യാരക്ടർ, അതല്ല. ഓരോ സീൻ എടുത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഐ ഡോണ്ട് ഗെറ്റ് ലോസ്റ്റ്. ഞാൻ അതിലുണ്ട്. എൻ്റെ ഫാമിലി അത്. ഞാൻ ഭക്ഷണം കഴിക്കണിച്ചെങ്കിലും ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണമാണ്, ഞാൻ അവർക്ക് വിളമ്പി കൊടുക്കുമ്പോൾ ഇറ്റ്സ് മൈ ഹൗസ്. സെറ്റ് വന്നാൽ ഞാൻ ക്യാരക്ടർ ക്യാമറ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നോ കോംപ്രമൈസ് ഫോർ എനിത്തിങ്. ഐ ആം ദാറ്റ് ക്യാരക്ടർ. എൻ്റെ മോനാണ് പിച്ചണ, തൊടണ, തല്ലണ, എവറിത്തിങ് ഐ വിൽ ഡു ഇറ്റ്. എനിക്ക് കിട്ടണ ഐ എം ഹാപ്പി. എനിക്കതിൽ ഒരു ഇതില്ല, ഒരു ഇൻഹിബിഷൻസും ഇല്ല. ഞാനിത് ചെയ്യണോ, നാണാണോ, നാണക്കേടണോ, ഇല്ല, നത്തിങ്. ക്യാരക്ടർ ഇതെ. പിന്നെ പ്രിയനന്ദൻ എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറിൻ്റെ ട്രെയിനിങ്, ടഫ് ട്രെയിനിങ്, മലയാളം അറിയാത്ത എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അത് ഞാൻ ചോദിക്കായിരുന്നില്ല, കാരണം മലയാളം പഠിച്ചിട്ടില്ല. ജനിച്ച് വളർന്ന ബോംബെയില്. കുറച്ച് മലയാളം നമ്മൾ വീട്ടിൽ പറഞ്ഞ അത്ര, എന്നാലും നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഹിന്ദിയില്ല. ഫുൾ ഹിന്ദി, ഇംഗ്ലീഷ് ആൻഡ് മറാഠി. ഈ 3 ലാംഗ്വേജാണ് നമ്മൾ മെയിനായിട്ട് അവിടെ യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അച്ഛൻ മലയാളം സമാജത്തിലെ ഹി വാസ് എ പ്രസിഡന്റ്. അപ്പോൾ മലയാളം ക്ലാസ് തുടങ്ങി അവിടെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എന്നെയും കൊണ്ടുപോയി ചേർത്ത്. എവറി സൺഡേ ക്ലാസ്സിൽ പോയി മാഷൊക്കെ കംപ്ലൈൻ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ ആൺകുട്ടികളെക്കാളും കുറുമ്പായിരുന്നു എനിക്ക്. അവിടെയുള്ള ബോയ്സ് പോലും ഇത്ര
ബെഞ്ചുമെന്ന് ചാടാ, വീഴാ, കാല് പൊട്ടിക്കുക, സെറ്റിലൊക്കെ പ്രശ്നമായിരിക്കും. സെറ്റിൽ വീഴലുണ്ട്. പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് സമയമില്ല, ഇരിക്കാൻ സമയം തരില്ല. അറിയാലോ, സീരിയൽ എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു. പക്ഷെ ഞങ്ങളുടെ ഒരു സൈഡിൽ കൂടെ നടക്കും ബാക്കിയുള്ള കാര്യങ്ങൾ. പക്ഷെ ഇത് ലൈക്ക് ലൈഫ് വാസ് ലൈക്ക് സോ ഡിഫറെൻറ്റ്. അപ്പം മലയാളം അപ്പം അത് അങ്ങനെ പോയി. നാട്ടിൽ വന്ന് കല്യാണത്തിന് മുമ്പ് മലയാളം പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ടീച്ചർ, അച്ഛൻ്റെ ഒരു കസിൻ വന്ന് പഠിപ്പിക്കും. ഇത് പഠിക്കണ്ടേ, ഞാനും അവരും കൂടി സിനിമയ്ക്ക് പോകും. സാധാരണ ആൾക്കാർ കല്യാണത്തിന് മുമ്പ് കുക്കിംഗ് പഠിക്കണം ഇങ്ങനെ നോക്കി, അതൊന്നും അല്ല. മലയാളം ബിക്കോസ് ഐ വാസ് എ വെരി ഗുഡ് കുക്ക്. കുക്കിങ്ങിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ നല്ലോണം പുറത്ത് എന്തെങ്കിലും കഴിച്ചാൽ അത് വീട്ടിൽ വന്നിട്ട് ട്രൈ ചെയ്യും. അമ്മയ്ക്ക് ഇഷ്ടമല്ല, പക്ഷെ അച്ഛൻ യൂസ് ടു എൻജോയ് ഓൾ ദാറ്റ്. അപ്പോൾ എല്ലാവർക്കും അറിയാം ഞാൻ നല്ലോണം കുക്ക് ചെയ്ത്. അപ്പോൾ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പ്രശ്നമില്ല, കേരളത്തിലെ ഭക്ഷണം അറിയില്ല, ബാക്കി എവിടുത്തെ ഭക്ഷണം വേണമെങ്കിലും ഉണ്ടാവും. കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡും മലയാളി ഫുഡ് തന്നെ ഇഷ്ടമുള്ള ഒരാളാണ്. ആദ്യം എന്നോട് പറഞ്ഞു ഐ വിൽ ഇറ്റ് എനിത്തിങ്, നോ പ്രോബ്ലം. പക്ഷെ ഞാൻ ചോദിച്ചു വന്നപ്പോൾ ഇഷ്ടം നമ്മുടെ മോര് കറി അല്ലെങ്കിൽ അങ്ങനത്തെ സിമ്പിൾ അവിയൽ, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി ബുക്ക് നോക്കിയിട്ട് എല്ലാം ഉണ്ടാക്കി കൊടുക്കും. ബട്ട് ബൈ ഗോഡ്സ് ഗ്രേസ് ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. ഇനി അങ്ങോരോട് ചോദിച്ചാലേ അറിയുള്ളൂ ബാക്കിയുണ്ട്. പക്ഷെ അതല്ല, ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഒന്നും അറിയില്ല, ചായ പോലും ഉണ്ടാക്കാൻ അറിയില്ല. ഞാൻ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിനെ കുക്കിംഗ് പഠിപ്പിച്ചു. ഈ ക്യാൻ കുക്ക് വെരി വെൽ. ഇന്നിപ്പോൾ ലക്ഷ്മി നായരുടെ പ്രോഗ്രാം കണ്ടിട്ട് എല്ലാ സാധനവും എൻ്റെ ഹസ്ബൻഡ് കുക്ക് ചെയ്ത് തരും നമുക്ക്. അങ്ങനെ മസ്കറ്റിൽ പോകുമ്പോൾ ഉണ്ടാക്കി തരാറുണ്ട്. അത് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ യൂസ് ടു ഇറ്റ്. പിന്നെ 3 മക്കളും നല്ല പോലെ കുക്ക് ചെയ്യും. ദി മേക്ക് ബിരിയാണി തൊട്ട് കോണ്ടിനെൻ്റൽ ഇൻ്റർനാഷണൽ, യു ടെൽ ദം ദിൽ കുക്ക് ഫോർ യു. അവർക്ക് ഒരു മടിയില്ല. അതുകൊണ്ട് അവർ പുറത്ത് പഠിക്കാൻ പോയപ്പോൾ ദി കുഡ് സർവൈവ്. ഇന്നിപ്പോൾ അവരെ ഒറ്റയ്ക്ക് നിർത്തി എവിടെ പോയാലും നമുക്ക് തിരിഞ്ഞു നോക്കണ്ട, എന്തായാലും ഭക്ഷണം എടുക്കില്ല, ഗ്യാരണ്ടി. പിന്നെ ഹസ്ബൻഡ് കല്യാണം പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ എനിക്ക് വോമിറ്റിംഗ് തുടങ്ങിയപ്പോഴാണ് ഹസ്ബൻഡിനെ കൊണ്ട് കുക്കിങ്. അങ്ങനെ ചിലപ്പോൾ ഹസ്ബൻഡ് ഇപ്പോൾ പറയും ആ ടൈമിൽ ആരും കുക്ക് ചെയ്ത് കൊടുക്കരുത്, പിന്നെ അത് നിങ്ങളുടെ ഡ്യൂട്ടിയായി മാറും. പണിയാണ്. ഇപ്പോൾ ചെല്ലുമ്പോൾ ഞാൻ കുക്ക് ചെയ്യും, ഈ ഓൾസോ കുക്സ്. പക്ഷെ എന്നാലും ഇല്ലേ, എൻ്റെ കുട്ടികൾ വലുതാവുന്ന സമയത്ത് ഞാൻ ഇവിടെ ആക്ടിങ്ങിന് വന്നു പോയില്ല. അപ്പോൾ അവർക്ക് ഹസ്ബൻഡിൻ്റെ ഭക്ഷണം കൂടുതൽ ഇഷ്ടം. അവരുടെ ഡാഡിയുടെ ഭക്ഷണം ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ, മമ്മിയുടെ ഭക്ഷണം ഒന്നും ഓർമ്മയില്ല. അപ്പോൾ അതിപ്പം അങ്ങനെയാണല്ലോ. പക്ഷെ വീട്ടിലൊക്കെ യൂഷ്വലി ഹസ്ബൻഡ് ഒക്കെ കയറുന്ന വളരെ കുറവായിരിക്കും. കയറുമ്പോ ഭയങ്കര അടിപൊളിയാണ് ടേസ്റ്റ് എന്ന് വെച്ചാൽ രക്ഷ. എൻ്റെ ഹസ്ബൻഡ് അത് ഞാൻ പറഞ്ഞു കൊടുത്തു, ഇറ്റ്സ് എ സ്ട്രെസ് ബസ്റ്റർ. നമ്മളിരുന്ന് പലതും ചിന്തിച്ച് അതിനേക്കാളും നല്ലത് വെൻ യു ക്രിയേറ്റ് സംതിങ്, എന്നിട്ട് നമ്മളത് കഴിച്ചിട്ട് അതിൻ്റെ അപ്രിസിയേഷൻ ഇല്ലേ, ഹി എൻജോയ്സ് ഇറ്റ്. അപ്പം എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ പറയും വല്ലപ്പോഴും ആകുമ്പോൾ അത് ശരിയാ, സ്ഥിരം ആകുമ്പോഴത്തേക്ക് അല്ല, നമ്മൾ സ്ഥിരം നമ്മൾ സ്ഥിരം ഒരു ചാനലൊക്കെ നോക്കിയിരിക്കണം. ഞാൻ കണ്ടിരുന്ന സഞ്ജീവ് കപൂർ, ലക്ഷ്മി നായർ, ഇങ്ങനെയൊക്കെ കണ്ടിരിക്കുമ്പോൾ ഇപ്പൊ റീൽസ് ഉണ്ട് ഇഷ്ടം പോലെ കുക്കിംഗ്. അപ്പോൾ ഒരെണ്ണം കാണുമ്പോൾ ഇത് ഉണ്ടാക്കിയാൽ എന്താ, ദാറ്റ്സ് എ വേ ഇൻട്രസ്റ്റ് ബിൽഡ് ആവണത്. ചേച്ചി പറഞ്ഞു ചേച്ചി ജനിച്ചത് വളർന്നത് മുംബൈയിൽ, അത് കഴിഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞ് നേരെ മസ്കറ്റിൽ പോയി. കേരളത്തിൽ ഇപ്പോഴാണ് കുറച്ചെങ്കിലും ഒക്കെ നിൽക്കുന്നത്. അതെ, സത്യമായിട്ട് അല്ലേ? അപ്പം ഞാനിനി ഡിഫിക്കൽട്ട് ആക്കുന്നില്ല, നമുക്ക് മറാഠി പിടിക്കാം. മറാഠിയിൽ നമുക്ക് എന്തെങ്കിലും സംസാരിച്ചാലോ? ഇത് എന്നെ പഠിപ്പിക്കണം, എനിക്കറിയത്തില്ല. ഇപ്പൊ ഞാൻ എന്താ പറയണ്ടേത്? നമ്മുടെ ഷോയുടെ പേര് ടേണിംഗ് പോയിന്റ്. അപ്പൊ അതിനെ പറ്റി ചേച്ചി 2 വാക്ക്. टर्निंग पॉइंट हे शो तुम्ही सगळं पाहायचं आहे. हे इथे एक मुलगी आहे मेघा, ती मला इंटरव्ह्यू करत आहे. ഞാൻ കുറേ കാലമായി ഐ लॉस द टच, बट मला सगळे लोक आवडले इकडे. मला विष्णू इकडे आणलं, तो सांगितलं तुम्ही आतमध्ये जावा. आतमध्ये आली तर मी बघितलं इकडे सगळे बसले, डायरेक्टर, कॅमेरामॅन, एव्हरीवन. मला सगळे आवडले आणि मस्तपैकी एक चाय दिले मला, एकदम मस्त. ഞാൻ പറഞ്ഞത് എന്നെ ഇവിടെ വിഷ്ണുവാണ് കൊണ്ടുവന്നത്. ഇവിടെ എല്ലാവരും ചുറ്റും ഇരിക്കേണ്ട, ക്യാമറമാൻ, ഡയറക്ടർ, മേഘ ഈസ് ഇന്റർവ്യൂവിങ് മീ. നല്ലൊരു ചായയും തന്നു. സന്തോഷം. ഞാൻ പഠിച്ചു. വേണമെങ്കിൽ ട്രെയിനിങ് തരാം. ആണോ? അല്ല, എനിക്ക് ഭയങ്കര मला पण आवडतं. ദാറ്റ്സ് എ ലാംഗ്വേജ് ഓവർ ദേർ. നമ്മളെല്ലാവരും സ്കൂളിലും കോളേജിലും എല്ലാവരും പറയണ ലാംഗ്വേജാണ് ഹിന്ദി, മറാഠി. പക്ഷേ സ്കൂളിൽ നമുക്ക് ഫൈൻ അടിക്കും ഇംഗ്ലീഷ് പറഞ്ഞില്ലെങ്കിൽ. വി ഹാവ് ടു ഓൺലി സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അങ്ങനെ ഒരു ഇതുണ്ട്. ബിക്കോസ് നമ്മൾ മദർ ടങ്ങിലേക്ക് ബ്രേക്ക് ഔട്ട് ആവും അവിടെ. ഇവിടെ ഇങ്ങനെ മലയാളത്തിൽ എല്ലാവരും കാണുമ്പോൾ വി ബ്രേക്ക് ഇൻ ടു മലയാളം. ഒരു മലയാളി നമ്മൾ എവിടെ കണ്ടാലും മലയാളിയാണ്, ഇറ്റ്സ് സെയിം തിങ്. അപ്പം നമ്മൾ ഇപ്പം ഞാൻ മറാഠി ആയിക്കാം അങ്ങനെ ചോദിക്കാം. അപ്പം മറാഠി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം. അതാണ് എൻ്റെ മദർ ടങ് എന്നാണ് എൻ്റെ ഫീൽ. ഇപ്പോഴും ജനിച്ച് വളർന്നത് അവിടെയാണ്. അപ്പൊ ഇവിടെ വന്നിട്ട് മലയാളം കേൾക്കണേക്കാളും സന്തോഷം എനിക്ക് മറാഠി. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എവിടെ ലോകത്ത് പോയാലും ഒരു മലയാളം കേൾക്കുമ്പോൾ
വീട്ടിൽ വന്നൊരു ഫീലാ. It's the same feel for me. Like I love that. ചേച്ചി പാട്ട് കുറെ എഴുതിയിട്ടുണ്ട്. നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടണം ചേച്ചി. എഴുതുന്നത് വേറെ, പാടണം അതെ. പക്ഷെ അല്ലെങ്കിൽ തന്നെ എന്റെ വോയിസ് ആർക്കും ഇഷ്ടമല്ല. ചേച്ചി അതിലൊന്നും ഒരു സീരിയലിൽ ഡബ് ചെയ്ത് എനിക്ക് നല്ലോണം ചീത്തയായിട്ട്. പക്ഷെ നമുക്ക് വേണ്ടി എത്ര പേരെ ഇത് കാണുന്നത്. അപ്പൊ ചേച്ചി അതിന് വേണ്ടി പാട്ട് പാടണം. ഒരു പാട്ട് പാടും. ഏത് പാട്ടാ പാടണ്ടേ? ചേച്ചിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഏതെങ്കിലും ഒരു ഭാഷയിൽ ഒരു പാട്ടും പിന്നെ ഒരു മലയാളം പാട്ടും. ഓക്കെ, എന്നൊരു പാട്ട് പാടാം. जब कोई बात बिगड़ जाए, जब कोई मुश्किल पड़ जाए, तुम देना साथ मेरा हो हमनवा. न कोई था न कोई है जिंदगी में तुम्हारे सिवा, तुम देना साथ मेरा ഓ ഹംനവാ. ഇനി മലയാളം. ഞാനൊരു പാട്ട് പാടാം പാട്ട് പാടാം പാട്ട് പാടാം പാട്ട് പാടാം പാട്ട്. റെക്കോർഡ് സ്റ്റക്കായി പോയി. പാടിയ പാട്ട് മലയാളം പാട്ട് പാടുന്നതൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. പാടും ഞാൻ ഒരു ദിവസം മൊത്തം ഫുള്ള് പാടണം. അത് ഞാൻ വൈറലാക്കും. എന്റെ ആഗ്രഹം ആ പാട്ട് ചേച്ചി ഇവിടെ തന്നെ ഇനിയും വന്നിരുന്ന് പാടണം, ഫുള്ളൊരു പാട്ട്. ഓക്കെ, നടക്കും. എന്താ നടക്കാത്തത്? നമുക്കിപ്പോ മലയാളം അങ്ങനെ പാടാം. ചേച്ചി ഒരെണ്ണം പഠിച്ചു തുടങ്ങിക്കോ. മറ്റേ ഹരിമുരളീവരം അതൊക്കെ ഭയങ്കര. അതെ, അവരൊക്കെ വെറുതെ ഒന്ന് തല്ലിപ്പോണ്ട് എനിക്ക് തല്ലോളാം വയ്യ. വൈറലാകാം. നമുക്ക് ചോദ്യം ഒക്കെ നമുക്കിനി കുറച്ച് ഗെയിം അല്ല, ഇത് ചോദ്യം തന്നെയാ. റാപ്പിഡ് ഫയർ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അറിയാവുന്ന സിമ്പിൾ ആയിട്ട് പറയാവുന്ന കാര്യങ്ങളാ. നമുക്കത് നോക്കാം. സ്വന്തമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് വേർഡ് എന്തായിരിക്കും ചേച്ചിയുടെ? വൈൽഡ്. എന്താ വല്ലതും ഉണ്ടോ വൈൽഡ് ആയിട്ട് ചെയ്തത്? ലൈഫിലെല്ലാം ചെയ്യുന്നത് മിക്കതും വൈൽഡ് ആയിട്ട് തന്നെയാണ്. ഐ ഗുഡ് ടാറ്റു ഹിയർ. I've written I am wild, chaotic, untamed, but I am a masterpiece. Wow. ടാറ്റു ചെയ്തിട്ടുണ്ടോ? Yeah, I have done it here. കണ്ടോ? കാണിക്കൂ. Why not? See. Wow. I am wild, untamed and chaotic, but I am a masterpiece. Right? പക്ഷെ ഇവിടെ കുത്തി ആരും കാണത്തില്ല. No, I wear shorts. അങ്ങനെ കിടുമ്പോ പുറത്തു പോകുമ്പോ കാണും. അല്ലെങ്കിൽ പൊക്കി കാണിച്ചു കൊടുക്കും. അത്രേ ഉള്ളൂ. I have done tattoo year back. ടാറ്റൂസ് ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടമാണ്. Tattoo and then piercing. നല്ല ഇഷ്ടം. ചെവിയിലുണ്ടോ വേറെ? ചെവിയിൽ ഫുൾ ഉണ്ട്. അയ്യോ, ഞാൻ കണ്ടില്ല. Okay. Then that's here also. ഏതിനുണ്ട്? എത്ര? 1 2 3 4 5 മൊത്തം 6. No. മേളിൽ 2 ഉണ്ട്. 2 3. ഇവിടെ 3 ഉണ്ട് മേലെ. ഇത് മാറ്റി കഴിഞ്ഞാൽ കാണാം. സി 1 2 3 4 5 6 7 8 9 മൊത്തം മെയിൻ കൂടി ചേർത്ത് 9. ഇവിടെ അത്രയൊക്കെ തന്നെയുണ്ട്. സ്ഥലമില്ല. സ്ഥലം കിട്ടാത്ത ഇവിടെയൊക്കെ ചെയ്യാം. ഇവിടെ ചെയ്യാമല്ലോ. ഭയങ്കര പെയിൻഫുൾ ആണെന്ന് തോന്നുന്നു. ഇവിടെ പെയിൻഫുൾ അല്ല, ഇൻസൈഡ്. മോളിപ്പോ ഉള്ളിൽ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. കുഞ്ഞൊരു സെപ്റ്റം ഞാൻ ആർട്ടിഫിഷ്യൽ ഇടുന്നുണ്ട്. എന്നുവെച്ചാൽ എല്ലാത്തിനും നമുക്ക് സെപ്റ്റം ഇട്ട്. ഐ ലവ് ഇറ്റ്. ഐ ലവ് ദാറ്റ്. ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സീരിയൽസിലൊക്കെ ഞാൻ ഇടാറുണ്ട് ആർട്ടിഫിഷ്യൽ. ചേച്ചി ഒരുപാട് ട്രാവൽ ചെയ്യുന്നുണ്ടെന്നറിയാം. ഒറ്റയ്ക്കൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. പോയാൽ ഏറ്റവും അടിപൊളി ഡെസ്റ്റിനേഷൻ ഏതാണ്? അടിപൊളി ഡെസ്റ്റിനേഷൻ ഐ ലൈക്ക് ഫുക്കറ്റ്. ആണോ? ഈ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ ഗ്രൂപ്പ് ആയിട്ടാണോ അതോ ഒറ്റയ്ക്ക്? ഹസ്ബൻഡിന്റെ കൂടെ. എന്റെ എല്ലാ ട്രാവലിനുള്ള പാർട്ട്ണറാണ്. ആണ്. നിങ്ങൾ ഫുൾ ടൈം ഹണിമൂൺ ഫേസിൽ? ഹണിമൂൺ ഫേസിനല്ല, ലൈക്ക് വി കോംപ്ലിമെന്റ് ഈച്ച് അതർ. എൻ്റെ എന്ത് കുറുമ്പിനും ഹി വിൽ ബി ദെയർ വിത്ത് മീ. എല്ലാത്തിനും സപ്പോർട്ടഡ്. നമ്മൾ പറയില്ലേ നമ്മുടെ പിന്നിൽ ഒരാളിനെ നമുക്കൊന്നും പേടിക്കേണ്ട. അതാണ് ഹസ്ബൻഡ്. ഒന്നിനും നോ പറയില്ല. നത്തിങ് ഇസ് നോ. And there is nothing impossible in my dictionary എന്ന് പറഞ്ഞാൽ nothing to know. Try it. എല്ലാത്തിനും കൂടെ ഉള്ള ഒരു പാർട്ട്ണറിനെ കിട്ടി. അതെ, വെരി ട്രൂ. ചേച്ചിയുടെ ഏറ്റവും ഒരു വിയർഡസ്റ്റ് ഹാബിറ്റ് എന്താ? ആർക്കും അറിയത്തില്ല, പക്ഷെ വിയർഡ് ഒരു ഹാബിറ്റ് ഉണ്ട്. വിയർഡ് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ 2 എണ്ണം അടിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കൂല. ഫോൺ എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ. സത്യങ്ങൾ വിളിച്ച് പറയും. ദാറ്റ് ഇസ് ദ പ്രോബ്ലം. അപ്പോൾ ഇവിടെ വരുമ്പോൾ യു ഹാവ് ടു ബി മോർ ഡിപ്ലോമാറ്റിക്. ഐ എം നോട്ട് ഡിപ്ലോമാറ്റിക് അറ്റ് ഓൾ. അപ്പോൾ എനിക്ക് ആദ്യം
ഇറ്റ് കംസ് ഔട്ട്. പിന്നെ നമ്മൾ കൺട്രോൾ ചെയ്ത് ഇപ്പം അതുകൊണ്ട് മിണ്ടാൻ പോയില്ല കൂടുതൽ. ദെൻ ഐ ഡോണ്ട് ടെക്സ്റ്റ് കൂടുതൽ. എന്താണെന്ന് വെച്ചാൽ ഇയാളുടെ ടെക്സ്റ്റ് അയാൾക്ക് പോകും, അയാളുടെ ടെക്സ്റ്റ് എല്ലാം ചെയ്യണത് ഇത് വെള്ളം അടിച്ചു അല്ലെങ്കിലും അതുകൊണ്ടാണ് വാട്സാപ്പ് ഒക്കെ വല്ലപ്പോഴും നോക്കുള്ളൂ. യു മൈറ്റ് ഹാവ് നോട്ടീസ്. എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ നോക്കാനൊക്കെ എനിക്ക് കുറച്ച് അപ്പം കോൾ ചെയ്താൽ കോൾ എടുക്കും. പക്ഷെ മെസ്സേജസ് റിപ്ലൈ ചെയ്യാനൊക്കെ നല്ല മടി. എന്താണെന്ന് വെച്ചാൽ ഐ ഗൂഫ് അപ്പ് ആക്ച്വലി. ഇപ്പം എന്നോട് ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറയുമ്പോൾ ചിലപ്പോൾ അയച്ചു കൊടുക്കണം ആധാർ കാർഡൊക്കെ. അപ്പം അവരൊക്കെ എന്താ പറ്റി ചേച്ചി ഒന്നുമില്ല, അറിയാണ്ട് വന്നതാണ്. ഞാനൊരു ഇല്യൂഷണൽ വേൾഡിലാണ് ഇപ്പോഴും. സ്റ്റേറ്റസ് വരെ ഇട്ടിട്ടുണ്ട് പാൻ കാർഡൊക്കെ. Seriously. So it just happens. I don't know how it happens. It happens. Oh my God. പിന്നെ like I like to go to pubs. I go alone. I like DJs. I like loud music. പബ്ബിലൊക്കെ പോയി ഒരു ലെവൽ കഴിയുമ്പോഴത്തേക്കിനെ കുഴപ്പമില്ല, ഒറ്റയ്ക്ക്. എനിക്ക് ഒരു കുഴപ്പമില്ലാത്ത ഒരാൾ. ഐ മേക്ക് ഫ്രണ്ട്സ് വെരി ഫാസ്റ്റ്. എവിടെ പോയാലും ഐ ക്യാൻ റിലേറ്റ് വിത്ത് പീപ്പിൾ. അവർ വർത്താനം പറയും, ഞാൻ വർത്താനം പറയും. ഐ ക്യാൻ ടേക്ക് കെയർ ഓഫ് മൈ സെൽഫ്. ഐ ബീൻ അലോൺ. ഒറ്റയ്ക്ക് നടക്കാൻ ഇഷ്ടം, ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടം, വായിക്കുക, രണ്ടും ഉണ്ട് എൻ്റെ കയ്യിൽ. ലൈക്ക് അമ്പലത്തിൽ പോവും, ഐ ക്യാൻ സിറ്റ് ദർ ഫോർ hours. അതുപോലെ ടെമ്പിൾ വിസിറ്റ്സ് പല സ്ഥലത്തും പോവും. പിന്നെ ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഐ ക്യാൻ റൂമിൽ നിന്നും കൂടി പുറത്ത് പോകണ്ട, ഒന്നും വേണ്ട. ഐ സിറ്റ് വിത്ത് ബുക്ക്. ബുക്ക് തീരുന്നവർ അവിടെ ഉണ്ടാവും. എനിക്ക് 2 മുഖങ്ങളുണ്ട്. ഒരെണ്ണം ഹൈപ്പർ, ആരും വിചാരിക്കില്ല അത്രയും ഹൈപ്പറുമാണ്. അതുകൊണ്ട് എൻ്റെ കുട്ടികൾ പറയും മമ്മി അടുത്തുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പഠിക്കാനൊന്നും പറ്റില്ല. ഐ എം ഓൾവേസ് ഹൈപ്പർ. എനിക്ക് വേറെ ഒന്നും എക്സ്റ്റേണൽ ഇത് വേണ്ട ഹൈപ്പർ ആവാനായിട്ട്. ഐ എം ബോൺ ഹൈപ്പർ തന്നെ പറയാം. ഭയങ്കര ടഫായിരുന്നു വീട്ടിൽ കൺട്രോൾ ചെയ്യാൻ. എൻ്റെ ഹസ്ബൻഡ് പറയുന്ന ഒരു കാര്യമാണ്, വൈൽഡ് ആനിമലിനെ കിട്ടി ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തതാണ് ഞാൻ. അപ്പൊ ആരാ ശരിക്കും പറഞ്ഞ? ശരിക്കും എൻ്റെ ക്യാരക്ടർ എന്നെ വളർത്തിയത് അങ്ങനെയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞ പുള്ളിയായിരുന്നു മറ്റേ ഇന്റർവ്യൂ എടുക്കേണ്ടത്. പുള്ളിയാണ് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തെന്ന് പറയുന്നത്. ഇനി നമുക്ക് മറ്റേ ഓൾ ടൈം ഫേവറേറ്റ് മൂവി ഏതാ ഇഷ്ടമുള്ള? All time favorite movie, of course, Kabhi Kabhi. Kabhi. Amitabh Bachchan. വഴുത്. And then favorite is Salman Khan. After Amitabh, it has been Salman Khan all over. Yes. അപ്പൊ ഫോർ ക്രഷ് ഏതാണ്? Forever crush Salman Khan. ആണോ? സെലിബ്രിറ്റി ക്രഷ് എന്ന് പറയുമ്പോ പുള്ളിയെ നേരിട്ട് കണ്ട ചേച്ചി എന്ത് പറയും? പുള്ളി മുടി വെട്ടുന്ന ആൾ എൻ്റെ മുടി വെട്ടി ഒരു പ്രാവശ്യം. So I touched him and told him, okay, do tell Salman why that I'm waiting for him. ചേച്ചിയുടെ കല്യാണം ആലോചിക്കുമ്പോൾ സൽമാൻ ഖാനെ കണ്ടിരുന്നെങ്കിൽ ആ രീതിക്ക് ഒരു പ്രപ്പോസൽ പോവായിരുന്നു. നാച്ചുറലി ഞാൻ ഒളിച്ചോടിയെങ്കിലും പോയാൽ എന്നെ കൊണ്ടുപോണിച്ചെങ്കിൽ അതെന്റെ ഹസ്ബൻഡിനും അറിയാം. പെട്ടെന്ന് കരയാൻ പറ്റുമെന്ന് ചേച്ചി പറഞ്ഞു. അപ്പം ലാസ്റ്റ് ആയിട്ട് കണ്ട് കരഞ്ഞൊരു മൂവി ഏതാ? കണ്ട് കരഞ്ഞ മൂവി എന്ന് പറഞ്ഞാൽ ലൈക്ക് there has been lots of movies. ഇപ്പോൾ അങ്ങനെ ചോദിച്ചാൽ പറയാം, എൻ്റെ സീരിയൽ തന്നെ ഇന്നലെ കരഞ്ഞിട്ട് ഞാൻ ഇതിപ്പോൾ ഇങ്ങോട്ട് സ്വന്തം സീരിയൽ അല്ല കണ്ടിട്ടല്ല, അതിലൊരു സീൻ വന്നു വേറെ ഐ ടു ക്രൈ. ഐ ക്രൈഡ് ലൈക്ക് എനിത്തിങ്. എല്ലാവരും കരഞ്ഞെന്നൊക്കെ പറയില്ലേ. ആൻഡ് അത് നിർത്താൻ പറ്റില്ല എനിക്ക് പെട്ടെന്ന് തന്നെ. ദാറ്റ് ഇമോഷൻ ബിൽഡപ്പായി വന്ന് നമ്മൾ കരഞ്ഞു തുടങ്ങി. പിന്നെ റീടേക്ക് വരുമ്പോഴാണ് അത് പാട്. ഫസ്റ്റിൽ അത് കേൾക്കുമ്പോൾ നമ്മൾ അഭിനയിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളങ്ങനെ കരഞ്ഞു പോകും. പക്ഷെ റീടേക്ക് വരുമ്പോഴും ഐ ക്യാൻ ഡു ദാറ്റ്. ഐ ഗെറ്റ് ഇൻ ടു ദാറ്റ്. ആ സിറ്റുവേഷനിൽ തന്നെയാണ് ഞാൻ ഐ ക്രൈ ലൈക്ക് എനിത്തിങ്. അതെനിക്ക് ഐ ഡോണ്ട് നോ വൈ. അപ്പോൾ എല്ലാവരും പറയും ബോട്ടിൽഡ് അപ്പ് ഇമോഷൻസാണ് ഇത് വരുന്നത്. പക്ഷെ ഞാൻ പറയാം അത് ഞാൻ എൻ്റെ ലൈഫിലാണ് ഞാൻ ആലോചിക്കുന്നത്. ദിസ് സിറ്റുവേഷൻ എൻ്റെ ലൈഫിലൊന്നും ഞാൻ എന്താ ചെയ്യുക. അപ്പോൾ അവിടെ കണ്ടത് എൻ്റെ മോനാണ്, അതെൻ്റെ ഭർത്താവാണ്, എൻ്റെ ആൻഡ് ഐ എം അണ്ടർഗോയിങ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അതിന് പെട്ടെന്ന് തലവേദന വരും. എല്ലാവരും പറയും ഗ്ലിസറിൻ ഇട്ടാൽ മതി, യു വോണ്ട് ഗെറ്റ് ഇമോഷണൽ ഹൈ വരില്ല നമുക്ക്. അപ്പോൾ ഇമോഷണലി നമ്മൾ ഇത്രയും ഡ്രെയിൻ ഔട്ട് ആവില്ല. പക്ഷെ എനിക്ക് ഒരു സീൻ കഴിയുമ്പോൾ ചിലപ്പോൾ ഭയങ്കര തലവേദനയും ഇത് വരെ എന്ന് വെച്ചാൽ ഐ എം ഗെറ്റിംഗ് ഇൻവോൾവ് ഇൻ ഇറ്റ്. ഇപ്പോൾ മേഘയാണ് എൻ്റെ മോളുടെ ഒരു വിഷമത്തിന് ഞാൻ കാര്യം ചെയ്യുന്നത്. നാച്ചുറലി ഐ എം ഗോയിങ് ത്രൂ യുവർ പെയിൻ, ദാറ്റ് പെയിൻ യു ആർ ഗോയിങ് ത്രൂ. ആ ഒരു വിഷമമാണ്. അതിനൊരു ഐ ഫീൽ ദാറ്റ് ഈസ് എൻ ആർട്ടിസ്റ്റ്. അതെ, അല്ലാണ്ട് ഞാൻ ആ നേരത്തെ ഗ്ലിസറിൻ ഇട്ട് കഴിഞ്ഞാൽ അത് ഉടനെ അത് മാച്ച് എനിക്കത് പറ്റണില്ല. ഞാൻ പലപ്പോഴും സാർ ഗ്ലിസറിൻ ഇടും, സാർ ഒരു മിനിറ്റ് വെയിറ്റ്. ഇപ്പം എന്നോട് ആരും പറയില്ല ഗ്ലിസറിൻ ഇടാൻ പറയില്ല. ബിക്കോസ് ആ ടൈമിൽ തന്നെ കണ്ണീര് വരും, കണ്ണ് നനയുക, കണ്ണീര് വരാം, ഇറ്റ് കംസ്. അത് ബൈ ഗോഡ്സ് ഗ്രേസ്. ഐ തിങ്ക് മേ ബി ഐ എം ടു ഇൻവോൾവ് ഇൻ വാട്ട് ഐ എം ഡൂയിങ്. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ആദ്യമേ പറഞ്ഞിട്ട് എന്ത് ചെയ്താലും whatever job you are doing, be involved in it. അതുപോലെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വർക്കിനായാലും ഐ ഡോണ്ട് സ്റ്റാൻഡ്. എത്ര ലേറ്റ് വന്നാലും എന്നെക്കൊണ്ടൊരു ശല്യം വർക്കിനായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. അതുപോലെ എൻ്റെ മക്കൾക്കായാലും ദേ ആർ വർക്കിംഗ് അവേഴ്സ്, ഓഡ് അവേഴ്സിന് ഇന്റേൺഷിപ്പ് ചെയ്യണത്. എൻ്റെ മോൻ ഡോക്ടറാണ്, ഇപ്പോൾ പല സ്ഥലത്തും ഡ്യൂട്ടി ചെയ്യണം. ഡയറക്റ്റ് 22 hours 32 hours ഈസ് വർക്കിംഗ്. വി ഡോണ്ട് ഡിസ്റ്റർബ് ദം. ഓക്കെ.
ചേച്ചിക്ക് ചേച്ചിയുടെ മൂഡ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സോങ് എന്താണ്? മൂഡ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റിയ സോങ് ഐ വോണ്ട് നൈസ് റാപ്പ് മ്യൂസിക് ലൈക്ക് Rap music. അടിപൊളി പാട്ടില്ലേ രാവിലെ വണ്ടിയിൽ പോകുമ്പോൾ ആ ഡ്രൈവർ ഭയങ്കര റൊമാൻറ്റിക്. എനിക്ക് റൊമാൻസ് അല്ല ഇപ്പം, ഐ വോണ്ട് എനർജി അതുപോലെ രാത്രി വണ്ടിയിൽ കയറി കൂവിയിട്ടത് കയറാം, ഒരു പാട്ടിട് കൂടെ ഇരിക്കുന്നവർക്ക് ചിലപ്പോൾ ഇറിറ്റേഷൻ ഒക്കെ വരുന്നുണ്ടാവും. പക്ഷെ എല്ലാവരും മൂഡ് മാറ്റി കൊടുക്കും. ഞാൻ നമ്മൾ റൂമിലേക്ക് പോകുമ്പോഴും വി ഹാവ് ടു ബി ഹാപ്പി, വെൻ യു ആർ ഗോയിങ് ഫോർ വർക്ക് ഓൾസോ വി ഹാവ് ടു ബി ഹാപ്പി. മലയാളത്തിൽ എനർജി കിട്ടാൻ കേൾക്കുന്ന പാട്ട് ഏതാ? മലയാളത്തിൽ കുറേ പാട്ടുണ്ടല്ലോ. മറ്റേ മോഹൻലാലിന്റെ പാട്ടില്ലേ, ഏതാ? ജിങ്കൻ ചക്കടി ഒന്നാം മല്ല കയറി, അത് ഭയങ്കര ഇഷ്ടമാണ്. തലയും കുത്തി എന്ന് ഇടയ്ക്കിടയ്ക്ക് വീണായിരുന്നു, തലയും കുത്തി. സോ മെനി സോങ്സ്. അങ്ങനെ പെട്ടെന്ന് സോങ് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ, ബട്ട് ഐ ലവ് സോങ്സ്. തമിഴ് പാട്ടും ഹിന്ദി സൽമാൻ ഹിറ്റ്സ്. തമിഴ് വിജയുടെ സോങ് ഒക്കെ ഉണ്ട്, മറ്റേ തമിഴ്. ഹിറ്റ് ഇപ്പൊ പുഷ്പയുടെ സോങ്സ്, പുഷ്പയുടെ പിന്നെ ഊവട്ടവ മമ, they are all my favorites, all time favorite. ഡാൻസ് കളിക്കോ? Dances late. ഇതെല്ലാം വേറൊരു സ്റ്റേജ് ഷോ അല്ലാതെ I എന്തായാലും can do it. അല്ലാണ്ട് പക്ഷെ എന്നെ പഠിപ്പിച്ച സ്റ്റെപ്പ് ചെയ്യാൻ പറഞ്ഞ എനിക്ക് കുറച്ച് ഇതാണ്. എനിക്ക് അങ്ങനെ പാട്ട് വെച്ച എന്റെ മൂഡിനനുസരിച്ച് അതിൽ ഞാൻ പറയാം, DJ ഒക്കെ പോയാൽ DJ ലൈഫ് ശരിക്കും പറഞ്ഞ ഐ ഡോണ്ട് നോ, പീപ്പിൾ ആസ്ക് മീ വാട്ട് യു ഈറ്റ് ഫോർ എനർജി. അതല്ല, ഐ ലൈക്ക് പീപ്പിൾ. എനിക്ക് ആൾക്കാരെ ഇഷ്ടമാണ്, എനിക്ക് ആൾക്കാരോട് സംസാരിക്കാൻ ഇഷ്ടം, ഏറ്റവും കൂടുതൽ സ്ട്രേഞ്ചേഴ്സിനോട്. എല്ലാവരും പറയും എങ്ങനെ ഹൗ ക്യാൻ യു സ്മൈൽ അറ്റ് എ സ്ട്രേഞ്ചർ എന്ന് ചോദിക്കുക. ഐ ഡോണ്ട് കെയർ. ഞാൻ അങ്ങനെ ട്രെയിൻ ട്രാവലിൽ ഫ്ലൈറ്റ് ട്രാവൽ ഉണ്ടാക്കിയ കുറേ എനിക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. വെൻ ദേ കം ഡൗൺ ദേ ഓഫ് കോഴ്സ് ദേ ഗിവ് മി എ കോൾ, എവിടെയെങ്കിലും വിളിക്കും, വർത്താനം പറയും. അവരൊന്നും സീരിയലൊന്നും കണ്ടിട്ടും കൂടി ഉണ്ടാവില്ല ലൈഫിൽ. അങ്ങനത്തെ ആൾക്കാർ വരെ എൻ്റെ ഫ്രണ്ട്സാണ്. പക്ഷേ ജസ്റ്റ് ട്രെയിൻ ജേർണിയിൽ ഐ ടോക്ക് ടു ദം. അവരെ ലൈഫ് സ്റ്റോറി മുഴുവൻ ഞാൻ കേട്ടിട്ടുണ്ടാവും, എൻ്റെ സ്റ്റോറി മുഴുവൻ അവർ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയവരുണ്ട്. പറയാൻ മാത്രമുള്ള ഒത്തിരി സ്റ്റോറീസ് ഉണ്ടോ? ഐ ക്രിയേറ്റ് മേക്ക് സ്റ്റോറീസ്. നോ ലൈക്ക് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ അത് സ്റ്റോറി അല്ലേ, ലൈഫിൻ്റെ ഒരു സ്റ്റോറി അല്ലേ, മിസ്റ്ററി അല്ലേ. ഇന്ന് നമ്മൾ മീറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടായിരുന്നു? ആൻഡ് യു ഫെൽറ്റ് ദാറ്റ് ഒരാൾ വരുന്നു, ഒരു ആർട്ടിസ്റ്റാണ്, അങ്ങനെ വല്ലതും ഫീൽ ചെയ്തോന്നെ കണ്ടു? എനിക്കൊരു ഫാമിലിയിൽ ഒരാൾ നമ്മൾ കുറേ കാലമായിട്ട് അപ്പോൾ വെൻ ഐ മീറ്റ് പീപ്പിൾ അവരങ്ങനെ പറയാം, ലൈക്ക് കുറേ കാലമായിട്ട് പരിചയമുള്ള ഒരാളെ കണ്ട പോലത്തെ ഫീലാണ്. സത്യം, ഒരു നമുക്കൊരു പ്രശ്നമില്ല, പെട്ടെന്ന് ക്ലോസ് ആയി. എൻ്റെ മക്കളുടെ ഫ്രണ്ട്സ് വീട്ടിൽ പാർട്ടിയൊക്കെ ചെയ്ത് പറഞ്ഞിട്ട് മക്കളെക്കാളും ഫണ്ട് അമ്മ എക്സ്ചേഞ്ച് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് പോവര്. അപ്പൊ അങ്ങനെയല്ല, ഞങ്ങൾ വിചാരിച്ചു ഇത് ഭയങ്കര സാധനം. സീരിയലിൽ കാണുന്ന പോലെ നേരെ ഓപ്പോസിറ്റ്. പക്ഷെ സീരിയലിൽ കാണുന്ന ക്യാരക്ടറായിട്ട് പുറത്ത് ആൾക്കാർ കാണുന്നത്. അവരൊന്ന് സംസാരിക്കണം, ഒരു 10 മിനിറ്റ്. സ്വപ്നവള്ളി എന്നുള്ള ക്യാരക്ടർ വന്നേ പിന്നെ ആൾക്കാർക്ക് ഇത്തിരി ചിരി വരും എന്നെ കാണുമ്പോ. പക്ഷെ വാനമ്പാടി ഉള്ളപ്പോ ദേവർ ലൈക്ക് കുട്ടികൾ മിണ്ടിയാലും വലിയവർക്ക് ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഈ ഇവരോടൊക്കെ ഒരു 10 മിനിറ്റ് സംസാരിക്കണം, അവർക്ക് അപ്പം മനസ്സിലാവും. അതെ, അവരൊരു ഇത് ഫോണിലല്ലോ ശല്യം. ഞാൻ നിങ്ങളോട് അത് ആദ്യം വന്നപ്പോൾ പറഞ്ഞു, എന്നെ കൺട്രോൾ ചെയ്യണേ, എനിക്കൊരു കൺട്രോൾ. ഓക്കെ, ചേച്ചിയുടെ ഫാഷൻ സ്റ്റേറ്റ്മെന്റ് എന്താ? ഐ ലവ് ടു ഡ്രസ് അപ്പ്. അത് ഐ ക്യാൻ ക്യാരി എനിത്തിങ്, ദാറ്റ്സ് ദ ബെസ്റ്റ് തിങ്. ലൈക്ക് എനിക്ക് ജ്വല്ലറി ഇഷ്ടമാണ്, ഡ്രസ്സ് ഇഷ്ടമാണ്, മോഡേൺ ഇഷ്ടമാണ്, ലൈക്ക് ട്രഡീഷണൽ. ഐ ക്യാൻ വെയർ എനിത്തിങ് ആൻഡ് ഐ ക്യാൻ ക്യാരി ഇറ്റ് ഓഫ്. ഭയങ്കര ബ്രൈറ്റ് ഡ്രസ് എപ്പോഴും കളേഴ്സിൽ ബ്രൈറ്റ് കളേഴ്സാണ് ഭയങ്കര ഇഷ്ടം. ഞാൻ എപ്പോഴും നോട്ടീസ് ചെയ്തിട്ടുണ്ട്, ഇടുന്നൊക്കെ നല്ല ബ്രൈറ്റ് ആണ്, സ്യൂട്ട് ചെയ്യും നന്നായിട്ട്. ഇങ്ങനെ ഫാഷൻ സെൻസ് പണ്ട് തൊട്ടേ ഉണ്ടോ? അത് പണ്ട് തൊട്ടേ ഉണ്ട് ഫാഷൻ സെൻസ്. ലൈക്ക് എൻ്റെ അമ്മയുടെ കല്യാണ സാരി മുറിച്ച് സ്വന്തം ഡ്രസ്സ് ഉണ്ടാക്കിയ ഞാനാണ്, ആരും അറിയാണ്ട്. അത് കല്യാണ സാരി ആണെന്നുള്ള ഇമ്പോർട്ടൻസ് ഒന്നും എനിക്കറിയില്ല. കൊച്ചിലെയാണോ? ചെറുതായിരിക്കുമ്പോൾ ലൈക്ക് കോളേജിലിടാം, അത്ര കൊച്ചുമല്ല. ലൈക്ക് എനിക്ക് എന്തോ പ്രോഗ്രാമിന് പോകണമെന്ന് ഐ ഡോണ്ട് ഹാവ് എനിത്തിങ്. അപ്പം ഞാൻ ഇത് എടുത്ത് വെച്ച് വേറെ ഡ്രസ്സ് വെച്ചിട്ട് ഇത് കട്ട് ചെയ്ത് അതിൽ സംഭവമൊക്കെ ഫിറ്റ് ചെയ്ത് ഹാൻഡ് സ്റ്റിച്ച് ചെയ്തിട്ടിട്ട് പോയ ഒരാളാണ്. പിന്നെയാണ് അമ്മ അറിയണത് അയ്യോ കല്യാണ സാരിയുടെ. അതെ, അതുപോലെ ലൈക്ക് ഡ്രസ്സൊക്കെ കംപ്ലീറ്റ്ലി ഞാൻ തന്നെയാണ് ഡിസൈൻ ചെയ്യുക. ലൈക്ക് അവിടെ നമുക്ക് സ്ട്രീറ്റിൽ വരെ നമുക്ക് മെറ്റീരിയൽ കിട്ടും. ലൈക്ക് ഇറ്റ് വിൽ ബി 10 rupees മീറ്റർ. സാധാരണ നമുക്ക് എത്ര ദിവസം ഇടണം, ഇറ്റ്സ് നോട്ട് ലോങ് ലാസ്റ്റിംഗ് ഒന്നല്ല, ഇറ്റ്സ് ഫാഷൻ കോൺഷ്യസ്. ആ മെറ്റീരിയൽ മേടിച്ച് സ്റ്റിച്ചിങ് ചാർജ് കൂടുതലുണ്ടാവും. അത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ച് അത് ഡൈ ചെയ്യിപ്പിക്കും, വേറെ സ്ഥലത്തുകൊണ്ട് ഇഷ്ടമുള്ള കളറിൽ ഡൈ ചെയ്ത് അതിനുള്ള അതിനെ മൽമൽ എന്നും പറഞ്ഞിട്ടൊരു തുണി കിട്ടും അവിടെ, ഇറ്റ്സ് കോൾഡ് മസ്ലിൻ. അത് മേടിച്ചിട്ട് ഡബിൾ കളർ ഷെയ്ഡിൽ ഡൈ ചെയ്യുക. ഐ യൂസ് ടു ടേക്ക് എഫേർട്ട് ഫോർ ഡ്രസ്സിങ്. അപ്പോൾ ഐ യൂസ് ടു ഡ്രസ് അപ്പ് നൈസ്ലി. പിന്നെ ജ്വല്ലറി ക്രേസ് ആയിരുന്നു അന്ന്, ഓക്സിഡൈസ് ജ്വല്ലറി. രേഖ വാസ് അവർ സ്റ്റാർ അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ പ്ലെയിൻ സൽവാർസ് വിത്ത് മൾട്ടി കളർ ദുപ്പട്ട, മുടി അഴിച്ചിടുക. മുടി ഞാൻ കോളേജ് ലൈഫിൽ ഒരിക്കലും മുടി കെട്ടിയിട്ടില്ല. 11th and 12th വി ഹാഡ് യൂണിഫോം.
ഡിഗ്രി കോളേജിൽ ഒരു ദിവസം പോലും മുടി കെട്ടിയിട്ടില്ലാത്ത ഒരാൾ. പണ്ടേ ഞാനൊരു ഹീറോയിനാണ്. പണ്ടേ ഞാനൊരു സ്റ്റാറാണ്, ഹീറോയിൻ കൂടിയല്ല. ടു ടെൽ യു വെരി ഫ്രാങ്ക്ലി. അങ്ങനെ ലോ കോളേജിൽ പോയപ്പോൾ സെയിം തിങ്. ഐ യൂസ് ടു ക്യാരി മൈസെൽഫ്. ഒറ്റയ്ക്ക് നമ്മളല്ലേ, നമുക്ക് ഗ്രൂപ്പ് വേണ്ട, ഫ്രണ്ട് വേണ്ട, ഒന്നും വേണ്ട. ഐ എം ഹാപ്പി ഇൻ മൈസെൽഫ്. കോൺഫിഡന്റ് ആണ്. ഭയങ്കരമാണ് ഓവർ. നല്ല നമുക്ക് ആ ഒരു പോസിറ്റിവിറ്റി ഇല്ല, നമുക്ക് കൂടെ ഇരിക്കുമ്പോൾ നമുക്കും അത് കിട്ടുന്നുണ്ട്. യെസ്, അത് അങ്ങനെ ആയിരിക്കണം ലൈഫ്. ബിക്കോസ് ടേക്ക് ഡേ ആസ് ഇറ്റ് ഈസ്. നമ്മളത് നാളത്തേക്ക് മറ്റന്നാൾ കിട്ടിയത് അപ്പം ഇടണം എനിക്ക്, അല്ലെങ്കിൽ പറ്റില്ല. ഇപ്പോഴത്തെ ജനറേഷനിൽ ആർക്കും ഈ ഒരു ഇത്ര സന്തോഷം നമ്മൾ കാണാറില്ലല്ലോ എല്ലാവരും. ഐ ഡോണ്ട് നോ വൈ ദേ ആർ സോ മച്ച് സ്ട്രെസ്ഡ്. കുട്ടികൾക്ക് ഭയങ്കര, ഇപ്പം എൻ്റെ കുട്ടികളെ അവർക്ക് നാളത്തെ ചിന്തയുണ്ട്. അവർക്കൊരു പേരുണ്ടാക്കണം, അവർക്ക് അത് ചെയ്യണം, അവർക്ക് ഇതിൽ ടോപ്പ് ആവണം, അതാവണം. അന്ന് എൻ്റെ വീട്ടിൽ ഒട്ടും പ്രഷർ ഇടാത്ത ഒരു അമ്മയാണ്. മാർക്ക് വേണമെങ്കിൽ ഇപ്പോൾ കൊണ്ടുവന്നാൽ മതി, നിങ്ങൾ ചെയ്തേക്കാളും കുറച്ചും കൂടി കൂടുതൽ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് നല്ലത്. നമ്മുടെ പഠിപ്പിനനുസരിച്ചുള്ള ജോലി നമുക്ക് കിട്ടും. അതുകൊണ്ട് ഇറ്റ്സ് യുവർ വിഷ്. അതുകൊണ്ടാണ് അവർ പഠിച്ചതെന്ന് അവർ പറയണത്. വീട്ടിൽ നിന്ന് ഒരു ഫോഴ്സോ ലൈക്ക് സ്കൂൾ, എൻ്റെ സ്കൂളിൽ തന്നെയാണ് അവർ പഠിച്ചിരുന്ന സ്കൂളിലാണ് ഞാൻ പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ ടീച്ചേഴ്സ് പറയും അവർ പഠിച്ചിരുന്ന സ്കൂളിലാണ് ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്തത്. ഏത് മസ്കറ്റിലോ? മസ്കറ്റിൽ, ഇന്ത്യൻ സ്കൂൾ മസ്കറ്റിൽ. അപ്പോൾ സൺ യൂസ് ടു സ്റ്റഡി. അന്ന് മാർക്കൊക്കെ അവൻ കൊണ്ടുവരും. പക്ഷേ ഈ 2 പേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഗ്രാസ്പിംഗ് പവറും പഠിക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. 3, 4 അങ്ങനെയൊക്കെയാണ് മാർക്ക് കൊണ്ടുവരാറ്. ടീച്ചേഴ്സ് എന്നോടൊക്കെ പ്രിയ നോക്കണ്ടേ, ഞാൻ പറയും ഏറ്റവും ബെസ്റ്റ് കയ്യിലാണ് ഞാൻ തന്നിരിക്കുന്നത്, നിങ്ങളൊന്നും നോക്കണ്ട, ഞാനല്ല. പിന്നെ ഞാൻ അവരോട് പറയും നിങ്ങൾ സ്ട്രെസ് അടിക്കണ്ട, പഠിക്കാൻ വെച്ചാൽ നിങ്ങൾ പഠിക്കുക. അവർ തന്നെ പഠിച്ച് ഇന്ന് ഒരാൾ ഡോക്ടറാണ്, ഒരാൾ സിനിമാറ്റോഗ്രാഫർ. രണ്ട് ഫീൽഡ്. മറ്റുള്ളവർ എനിക്ക് ഇത്രയൊന്നും പഠിക്കണ്ട, ഇത്രയൊന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല. ദിസ് ഈസ് വാട്ട് ഷീ ലൈക്സ്. ഷീ ഈസ് ക്രിയേറ്റീവ്. ഷീ ക്യാൻ റൈറ്റ്, ഷീ ക്യാൻ എഡിറ്റ്, ഷീ ക്യാൻ ഡു സോ മെനി തിങ്സ്. അപ്പോൾ ക്രിയേറ്റിവിറ്റി വരുന്നത് വേറെയാണ്. ഡോക്ടർ എന്ന് പറയുന്നവർക്ക് അവരുടെ ഫീൽഡ് അത്രയേ ഉള്ളൂ. ഷീ ക്യാൻ ഡു സോ മെനി. ഷീ ക്യാൻ ആക്ട്, ഷീ ക്യാൻ ഡയറക്റ്റ്, ഷീ ക്യാൻ ഫോട്ടോഗ്രാഫ്, ഷീ ക്യാൻ ഡു മെനി തിങ്സ്. അമ്മയുടെ ഒരു ലെഗസി വന്നിരിക്കുന്ന സംതിങ് ഷീ ഗോട്ട്. യെസ്. ആക്ടിംഗ് പ്രതീക്ഷിക്കാവോ മോളെ? ഇഫ് ഷീ വാണ്ട് ഷീ ക്യാൻ ഡു ഇറ്റ്. ഓഫേഴ്സ് അവർക്ക് വരുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഷീ ഈസ് മോർ ഇൻട്രസ്റ്റഡ് ഇൻ സിനിമാറ്റോഗ്രാഫി. ഇപ്പോൾ ആ ഒരു ക്രേസിലാണ്. ആഡ് ഫിലിംസ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഷീസ് ഇൻ ചെന്നൈ. ചേച്ചിയുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആരാ? ചേച്ചി ഞാൻ തന്നെയാണ്. ആരുടെ ആവശ്യമില്ല. ഐ ഡോണ്ട് നോ ഇഫ് സംബഡി വിൽ ഡു ഇറ്റ്. എനിക്കറിയില്ല. ഞാൻ തന്നെയാണ് ഹാൻഡ്ലിംഗ് ഉണ്ട്, അല്ലാതെ എക്സ്റ്റേണൽ ആയിട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഏറ്റവും ബെറ്റർ നമ്മൾ ചെയ്യുന്നതാണ്. ഞാൻ ഇടയ്ക്ക് എനിക്ക് തോന്നുമ്പോൾ പോസ്റ്റ് ഇടും, അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ ആക്റ്റീവാണ്, നന്നായിട്ട് ആക്റ്റീവാണ്. ഇനി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആകും ചോദ്യം. ചേച്ചിക്ക് ലോട്ടറി കിട്ടി. നമ്മള് ക്രിഞ്ചാണെന്ന് അറിയില്ല, എന്നാലും ചേച്ചിക്ക് ലോട്ടറി കിട്ടി. ചേച്ചി എന്തായിരിക്കും അതുകൊണ്ട് അടിച്ചു? ഐ വിൽ ഷോപ്പ്. പിന്നെ ഹെൽപ്പ് ചെയ്യേണ്ടവരൊക്കെ ഹെൽപ്പ് ചെയ്യും. ദാറ്റ് ഐ സ്റ്റിൽ ഡു. പഠിപ്പിക്കാനുള്ള ആൾക്കാർക്ക് ഐ ഗീവ് ദം മണി. പിന്നെ ഹോസ്പിറ്റൽ കേസസ് ഉണ്ടാവും ചിലവർ. ചാരിറ്റി ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. അത് വേറെ. അല്ലെങ്കിൽ ഐ വിൽ ട്രാവൽ, ഐ വിൽ സ്പെൻഡ്, ഐ വിൽ ഡ്രസ് അപ്പ്, ഐ വിൽ എക്സ്പ്ലോർ ദ വേൾഡ്. ഇപ്പോഴും അതൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത്? അത് തന്നെയാണ് ചെയ്യുന്നത്. ലോട്ടറി കിട്ടിയ ഡിഫറൻസ് അത്രേ ഉള്ളൂ. കുറച്ചും കൂടിയും കൂടുതൽ സ്ഥലങ്ങൾ പോകാൻ പറ്റും, കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ട് ചെയ്യാൻ പറ്റും, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പം ചേച്ചി ഒരു കുറെ നടികളുണ്ട്. അപ്പൊ ചേച്ചി ഇതിൽ ആരാകാനായിരുന്നു ആഗ്രഹം? അല്ലെ ഒരു നടിയെ കണ്ട ഓക്കെ ഞാൻ ഈ ഒരു നടിയായിരുന്നെങ്കിൽ കൊള്ളാൻ തോന്നിയത്? ഞാൻ പറഞ്ഞില്ലേ, ഓൾ ടൈം ഫേവറേറ്റ് ഈസ് റീക്ക. അത് ബിക്കോസ് ഷീ ഹാഡ് ദാറ്റ് നമുക്ക് ആ പുള്ളുണ്ടായിരുന്നു. ഐ ഡോണ്ട് നോ വൈ, ബിക്കോസ് ഐ ലൈക്ക് ദ വേ ഷീ ഡ്രസ്സസ്, ദ വേ ഷീ ക്യാരി ഹെർസെൽഫ്, അവരുടെ ഒരു പ്രണയം, അവരുടെ ഒരു ചാം, ദ വേ ഷീ ടോക്സ് എല്ലാം. ആൻഡ് അമിതാഭ് ബച്ചനായിരുന്നു എൻ്റെ ഏറ്റവും. എൻ്റെ അമ്മ എപ്പോഴും പറയും അമിതാഭ് ബച്ചനൊക്കെ കല്യാണം കഴിഞ്ഞ് കുട്ടികളുണ്ട് നന്നായി, അല്ലെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്തേനെന്ന് പറയും. ബിക്കോസ് ഐ ഹാഡ് എ ബുക്ക് ഫുൾ ഓഫ് ഹിസ് പിക്ചേഴ്സ് അങ്ങനെ. ദെൻ രേഖേഷ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ബിക്കോസ് ഷീ ലൈക്സ് അമിതാഭ്. അപ്പോൾ അത് കൂടുതൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. ആൻഡ് ഷീ വാസ് എൻ ഐക്കൺ. ഇപ്പോഴും അങ്ങനെയാണ് അവരെ പോലെ തന്നെ. പിന്നെ ഒരു പ്രസൻസ് ആൻഡ് നമ്മൾ അവരെ പോലെ ആവണമെന്ന് ആരും ആഗ്രഹിച്ചു പോണ ഒരു ലേഡി അല്ലേ അവര്. പിന്നെ നെക്സ്റ്റ് ഈസ് ഓഫ് കോഴ്സ് വിദ്യാ ബാലൻ. ഷീ ഈസ് എ മിറാക്കിൾ അല്ലേ, അറിയില്ല എങ്ങനെയാ. ആൻഡ് ഷീ ഈസ് സോ പെർഫെക്റ്റ്. എല്ലാത്തിലും ഇപ്പൊ റീൽസ് വരെ കണ്ടാൽ നമ്മൾ തോന്നും മൈ ഗോഡ് ഷീ സോ ഫണ്ണി, ഷീ ക്യാൻ ഡു ഹ്യൂമർ. എനിക്ക് നിങ്ങളെ റിലേറ്റ് ചെയ്യാൻ വരുന്നുണ്ട് സീരിയസ്ലി. വിദ്യാ ബാലന്റെ ഇന്റർവ്യൂസ് ഒക്കെ കാണുന്നില്ല, നിങ്ങളുടെ ഒരു എന്തോ എനിക്ക് വൈബ്രന്റ് അല്ലേ, ഭയങ്കര വൈബ്രന്റ്, ഹാപ്പി.
പിന്നെ ഒന്നും ആലോചിക്കില്ല പറയണേക്കാൾ മുമ്പ്. കാൽക്കുലേറ്റഡ് അല്ല. ദാറ്റ്സ് വാട്ട് ഐ ആം നോട്ട് കാൽക്കുലേറ്റഡ് പേഴ്സൺ. ലൈക്ക് ഇന്നത് ചെയ്താൽ ഇന്നത് കിട്ടും, ഇന്നത് സ്ഥലത്ത് പോയാൽ ഇന്ന. നോ, ഐ ഡോണ്ട് കാൽക്കുലേറ്റ്. വാട്ട് ഹാസ് ടു ഹാപ്പൻ വിൽ ഹാപ്പൻ. ലൈഫിൽ നടക്കാനുള്ളത് മാത്രമേ നടക്കുള്ളൂ. അപ്സ് ഡൗൺസ് എല്ലാം എന്തും. അതുകൊണ്ട് ഒരു സങ്കടം ഇല്ല. ഫുൾ ഹാപ്പിയാ. ഇത് നടക്കേണ്ടത്, ഇത് നടക്കാനും വെച്ചതാണ്. എൻ്റെ ഹസ്ബൻഡ് അതേ സെയിം മെൻറ്റാലിറ്റി. ഹി ഓൾവേസ് ടെൽസ് മീ വാട്ട് എവർ ഹസ് ഹാപ്പൻ ഫോർ ഗുഡ്, ഹാപ്പനിങ് ഗുഡ്, വാട്ട് എവർ വിൽ ഹാപ്പൻ ഓൾസോ ഗുഡ്. തിങ്ക് ലൈക്ക് ദാറ്റ്. പോയത് ഡോണ്ട് ക്രൈ ഓവർ ഇറ്റ്, ഇറ്റ്സ് ഡൺ. ഇന്ന് എന്താണ് എൻജോയ്. നാളത്തെ യു ഹാവ് എനി ഗ്യാരണ്ടി. നമുക്ക് റാപ്പിഡ് ഫയർ കഴിഞ്ഞു. ഇനി എനിക്ക് ഏറ്റവും ഒരു സംശയമുള്ള, ചേച്ചിയുടെ ഏതൊരു പോസ്റ്റ് നോക്കിയാലും അവാര എന്നൊരു വേർഡ് മെൻഷൻ ചെയ്തിട്ടുണ്ട് എപ്പോഴും. എന്താ അത്? അവാര. ഐ എം എൻ അവാര. വാട്ട് ഇസ് അവാര? വാട്ട് ഈസ് അവാര എന്ന് പറഞ്ഞാൽ ഐ ബിലോങ് ടു നോ വൺ, ഐ ബിലോങ് ടു നോ കൺട്രി, ഐ ബിലോങ് ടു നോ ബോർഡേഴ്സ്. എനിക്ക് ലൈഫിൽ റെസ്ട്രിക്ഷൻസോ പിടിച്ചു നിർത്താനോ ഒരു ലിമിറ്റേഷൻസ് ഇല്ല. വോണ്ടറസ്. നമ്മൾ പറയില്ലേ വി ഓൾ ആർ ഇല്യൂഷൻ. ലോസ്റ്റ് സോൾ. അതാണ് ലോസ്റ്റ് സോൾ അല്ല, നമ്മളെല്ലാം മായാണ്. ഇപ്പം മേഘ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്, ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ എവിടെ നിന്ന് വന്നു എങ്ങോട്ട് പോകണമെന്ന് എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ട്? യു നോ? ഐ ഡോണ്ട് നോ. വി ഹാവ് നോ ആൻസർ. വി ആർ ട്രാവലർ. ഐ എം എ ട്രാവലർ. ഞാനിവിടെ വരുന്നു, ഇവിടുന്ന് എങ്ങോട്ട് പോകണു. നമ്മൾ പറയും ഇത് എൻ്റെ വീടാണ്, ഇത് എൻ്റെ സാധനം, ഇത് എൻ്റെ മക്കളാണ്, എൻ്റെ ഹസ്ബൻഡ്. നാളെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവരുടെ ലൈഫ് മൂവ് ഓൺ ചെയ്യില്ലേ? നമ്മുടെ കൂടെ മരിക്കണ്ടാരെങ്കിലും? നോ. So I believe in it. I have come alone, I'll go alone. അല്ലാണ്ട് ഈ ഭൂമി എൻ്റെയാണ്, അല്ലെങ്കിൽ ഈ ഇത്ര സ്വത്ത് എൻ്റെയാണ്. നോ, ഇതൊന്നും എൻ്റെ അല്ല. ഇവിടെ ഒന്നും എൻ്റെ അല്ല. ഇപ്പോൾ ഈ ലോകം മുഴുവൻ എൻ്റെയാണെന്ന്. എവിടെ വേണമെങ്കിലും എനിക്ക് പോകാം. നോ റെസ്ട്രിക്ഷൻസ്. ബട്ട് ഐ എം നോട്ട് ടൈഡ് ഡൗൺ ടു എനിത്തിങ്. ഒന്നിനും എന്നെ പിടിച്ചു നിർത്താൻ പറ്റില്ല. എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും എന്നോട് ആദ്യം പറഞ്ഞ ഒരു കാര്യമാണ്, ടേക്ക് വാട്ടർ ഇൻ യുവർ ഹാൻഡ്, ടൈറ്റായിട്ട് പിടിച്ച് നോക്കുക. ഇറ്റ് വിൽ ഫ്ലോ ഔട്ട്. കയ്യിലൊന്നും ബാക്കി നിൽക്കില്ല. ബട്ട് യു ഹോൾഡ് ഇറ്റ് ലൈക്ക് ദിസ്. ഫസ്റ്റ് പറഞ്ഞു തരുന്ന സാധനം അതെന്നും കയ്യിലുണ്ടാവും. ആൻഡ് ഹി ടേക്സ് കെയർ ഓഫ് മീ ലൈക്ക് ദിസ്. അതെന്നും ഉണ്ടാവും. അതുകൊണ്ട് ഇത്ര ലോങ് ഡിസ്റ്റൻസ് ഞാൻ ഇവിടെ ചെയ്യും. ഞങ്ങളുടെ ദർസ് എ ഫൈൻ ലൈൻ ഞങ്ങൾ ടൈ ചെയ്യുന്നത്. ദാറ്റ്സ് എ ബോണ്ട്. അപ്പോൾ പക്ഷെ ഞാൻ പറയണ പോലെ നമ്മളെല്ലാവരും ഒറ്റയ്ക്കാണ് വരുന്നത്, ഒറ്റയ്ക്കാണ് പോകുന്നത്. ഒന്നിനോടും പൊസസീവ്നെസ് ആവേണ്ട, ഒന്നിനോടും കൂടുതൽ ആഗ്രഹം വേണ്ട. നടക്കേണ്ടത് നടക്കും. അതേപോലെ മസ്കറ്റിലെ ടീച്ചർ, ബോംബെയിൽ ജനിച്ച് വളർന്ന് കേരളത്തിൽ വന്ന് കല്യാണം കഴിച്ച് മസ്കറ്റിൽ സെറ്റിൽഡായി അവിടെ ഒരു ടീച്ചറിൽ നിന്ന് നേരെ ഇവിടെ വന്നിട്ട് ഒരു ആക്ടിങ് കരിയറിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾ പ്രീഡിസ്റ്റൈൻഡ്. ഐ ഹാവ് നോട്ട് പ്ലാൻഡ്. എൻ്റെ ലൈഫിൽ പ്ലാൻ ചെയ്തൊന്നും നടക്കില്ല. ട്രാവലിംഗ് പോലും നടക്കില്ല. ലാസ്റ്റ് മിനിറ്റ് ഐ ടോൾഡ് യു ഓൾസോ യെസ്. ഐ ഡോണ്ട് നോ. ഇന്ന് ഹോളിഡേ എന്ന് എനിക്കറിയാം. അതന്നെ ഒരു ടൈം ഞാൻ വിളിച്ച് പറയും. സോ നെവർ പ്ലാൻ എനിത്തിങ്. തിങ്സ് വിൽ ഹാപ്പൻ. ഫ്രീ ആകുക. നമ്മൾ ആഗ്രഹിച്ച് നടക്കേണ്ടത് ആണെങ്കിൽ നടക്കും. ഓൾവേസ് തിങ്ക് ഗുഡ്. ഞാനിപ്പോൾ ഇത്രയും സംസാരിച്ചില്ല, ഇത്രയും ഞാൻ കണ്ട ഒരാളിൽ നിന്ന് നേരെ ഓപ്പോസിറ്റാണ് ഇപ്പം എനിക്കിത് കേൾക്കുമ്പോൾ. കാരണം ഒരു കോയിൻ്റെ രണ്ട് ഹെഡ് ആൻഡ് ടു. യെസ്, അത് ഭയങ്കരമായിട്ട് എനിക്ക് ലൈക്ക് ഐ ലൈക്ക് ടു ജസ്റ്റ് ഗെറ്റ് ലോസ്റ്റ്. എവിടെയെങ്കിലും പോവുക, ആരും കണ്ടുപിടിച്ച് തിരിച്ചുകൊണ്ട് വരരുത്. അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതാണ്. എപ്പോൾ വേണമെങ്കിലും ഐ ക്യാൻ ഡിസപ്പിയർ. എവിടെ നിന്ന് വേണമെങ്കിലും ഐ ക്യാൻ ഡിസപ്പിയർ. ഐ നോ ദാറ്റ്. ഇൻസിഡൻസ് ഉണ്ടല്ലേ? വീട്ടിലവർക്ക് അറിയാം ദാറ്റ് ഐ മൈറ്റ് ജസ്റ്റ് ഗോ അവേ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആരും അന്വേഷിച്ച് വരരുത്, ഞാൻ പോയി കഴിഞ്ഞാൽ എന്നെ തപ്പരുത്. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് പാവം തോന്നും. കുട്ടികൾക്ക് അവരുടെ ലൈഫ് ഉണ്ട്. ഹി ഡസൻറ്റ് ഹാവ് എനിബഡി എൽസ് ഫ്രണ്ട്സ് അങ്ങനെ പറയാനായിട്ട്. ഐ ആം ഹിസ് ബെസ്റ്റ് ഫ്രണ്ട്, ഹീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ വി ഷെയർ. സോ ഐ ടെൽ ഹിം. ജസ്റ്റ് ഒന്ന് ഇപ്പോൾ കുംഭമേളയൊക്കെ നടക്കുന്നത്, എനിക്ക് അവിടെ പോയിട്ട് ജസ്റ്റ് ലോസ്റ്റ് ആവാനൊക്കെ തോന്നുന്നു. അപ്പോൾ ഞാനും വരാം. പിന്നെന്ത് കാര്യം, പിന്നെന്ത് ലോസ്റ്റ്. അങ്ങനെ ആലോചിച്ചാൽ യു ജസ്റ്റ് തിങ്ക് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഒന്നിനോടും നമുക്ക് അറ്റാച്ച്മെന്റ് ഇല്ല, ഒന്നും നമ്മളെ ടൈ ഡൗൺ ചെയ്യണില്ല എവിടെയും. വി ആർ ജസ്റ്റ് ഫ്ലൈങ്. ഇഷ്ടമുള്ളടത്ത് ഭക്ഷണം കഴിക്കുക, ഇഷ്ടമുള്ള പോലെ ജീവിക്കുക, നമ്മളെ ആരും അറിയണില്ല. അനോണിമിറ്റി ടോട്ടൽ. ലൈഫിലൊരു പീസ് കിട്ടുന്ന, ഇറ്റ്സ് ടു പീസ്ഫുൾ, ടു പീസ്ഫുൾ. ഒരു മെഡിറ്റേറ്റീവ് ഫേസിലാണ് എപ്പോഴും നമുക്ക്. എപ്പോഴും അങ്ങനെയായിരിക്കും. ഈവൻ വെൻ ഐ ലിസ്ണിംഗ് ടു മ്യൂസിക് ഐ എം ഇൻവോൾവ് ഇൻ ദാറ്റ്. ഐ എം ഹാപ്പി. ടച്ച് വുഡ്. ഇപ്പം എനിക്ക് ഒരു പാട്ട് കേട്ട് എനിക്ക് കരയും ഞാനിരുന്ന്. അപ്പോൾ ആൾക്കാർ ചിലപ്പോൾ ഡിപ്രഷൻ അല്ല, ഐ ഗെറ്റ് ഇൻവോൾവ് ഇൻ ദറ്റ് സോങ്. ആ സോങ്ങിലെ അർത്ഥങ്ങൾ കേട്ട് കഴിഞ്ഞാൽ യു വിൽ ക്രൈ, ടിയേഴ്സ് വിൽ കം. മനുഷ്യനാണെങ്കിൽ സത്യമാണത്. അത് നമ്മൾ എടുത്തില്ല ജസ്റ്റ് മ്യൂസിക് ആൻഡ് ഇറ്റ് വിൽ ഗോ ഓഫ്. ബട്ട് വെൻ യു നോ ദ ലിറിക്സ്, വെൻ യു ആർ ഇൻ ടു ഇറ്റ്,
യു വിൽ ക്രൈ. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ചിരിക്കണ പാട്ടുകൾ വെച്ചാൽ നമ്മൾ ചിരിച്ചടിച്ച് പൊളിച്ച് വേല ഉണ്ടാക്കി പോണത്. ലൈഫ് ഈസ് ജസ്റ്റ് ബ്യൂട്ടിഫുൾ. കീപ് ഇറ്റ് ദാറ്റ് വേ. താങ്ക് യു സോ മച്ച്. ആക്ച്വലി എനിക്കിപ്പോൾ ഒരു റോൾ മോഡൽ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലാണ് മാം താങ്ക് യു നിൽക്കുന്നത്. സോ മച്ച്. കാരണം എനിക്ക് ഇത്ര ഒരു എനർജി ഇപ്പം കിട്ടിയത്, ആ ഒരു പവർ എനിക്ക് ട്രാൻസ്ഫർ ചെയ്ത ആ ഒരു ഫീൽ ഉണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് കേട്ടോ. Thank you so much for inviting me, and I love the way you took this interview. സാധാരണ എല്ലാവരും ബാക്ക്ഗ്രൗണ്ട്, how did you come into the field, അതല്ലാണ്ട് this was so entertaining. Thank you so much. Thank you to all of you. Thank you so much. Thank you, Jichi, for coming. Thank you, dear. It was nice meeting you. Same here.